ആ സർ. തുടങ്ങി. ബിസ്മില്ല 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 അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി اللهم صل على محمد وعلى آل محمد وعلى آله وصحبه أجمعين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي اللهم فقهنا في الدين اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا فنعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الله أكبر كبيرا والحمد لله كثيرا وسبحان الله وبحمده وبكرة وأصيلا الحمد لله. അള്ളാഹുവിൻ്റെ മഹത്തായ ഫضل കൊണ്ട് നമ്മൾ ഖുർആൻ പഠനത്തിലൊരു എളുപ്പവഴി എന്നുള്ള ഈ ഒരു സംരംഭത്തിൻ്റെ 12ാമത്തെ യൂണിറ്റിലേക്ക് നമ്മൾ കടക്കുകയാണ്. അൽഹംദുലില്ലാ ബിഇദ്നില്ലാ. നമ്മൾ ഇത്രയും നാളും പഠിച്ചതിൻ്റെ ഒരു ആകെത്തുക യൂണിറ്റ് 11ലേക്ക് കടക്കുകയാണ്. ഇതിൽ കടക്കുന്നതോടുകൂടി അൽഹംദുലില്ലാ നമുക്ക് എത്രത്തോളം വാക്കുകൾ നമ്മൾ കൈകാര്യം ചെയ്തു എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കിക്കൊണ്ട് പോവാം ഇൻഷാ അല്ലാഹ്. നമ്മൾ അറബി ഭാഷയെ, അറബി പദങ്ങളെ 3ആക്കി ഡിവൈഡ് ചെയ്തു. ഇതൊക്കെയാണ് ഓർമ്മയുണ്ടോ? പഠിക്കുന്ന കുട്ടികളാണ് നിങ്ങളെല്ലാവരും. ഇതിൽ അണ്ടർസ്റ്റാൻഡ് ഖുർആനിലുള്ളവരാണെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ക്ലാസ്, ബുധനാഴ്ചത്തെ ക്ലാസ് നേരത്തെ എടുത്തതുകൊണ്ട് ഇനി പലർക്കും കയറാൻ പറ്റിയെന്ന് വരില്ല, ക്ലാസ്സിലുണ്ടാവില്ല. എന്നാലും അറിയുന്നവർ പറയാം കേട്ടോ. അറബി പദങ്ങളെ 3ആക്കി ഡിവൈഡ് ചെയ്തു. 1 നാമം, 2 അവ്യയം, 3 ക്രിയ. നാമം എന്നുള്ളത് നിങ്ങൾക്കറിയാം അല്ലെ? ഒരു നാമം എന്നുള്ളത് എന്താണ്? ഒരാളുടെ പേര്, സ്ഥലം, സാധനത്തിൻ്റെ അല്ലെ ആശയത്തിൻ്റെയോ സ്ഥലത്തിൻ്റെയൊക്കെയോ എന്താണ് പദത്തിനെ കുറിക്കുന്നതാണ് അല്ലെ നാമം എന്നുള്ളത്. അപ്പൊ അതിന് നമ്മളിപ്പം പകരം പഠിച്ചത്, അതായത് അതിന് പകരം നിൽക്കുന്ന വാക്കുകളാണ് അറബി ഭാഷയെ നിയന്ത്രിക്കുന്ന പ്രധാനപ്പെട്ട നമ്മൾ പറഞ്ഞു അല്ലെ? അതാണ് ഹുവ അവൻ, ഹും അവർ, അൻത നീ, അൻതും നിങ്ങൾ, അന ഞാൻ, നഹ്നു ഞങ്ങൾ. അപ്പം ഹുവ ഹും, അൻത അൻതും, അന നഹ്നു. ഇത്രയും ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഓർമ്മ ഉണ്ടോ പഠിച്ചതൊക്കെ? ആർക്കെങ്കിലും മറുപടി പറയാൻ പറ്റുമോ? മ്യൂട്ടിലാണോ? കംപ്ലീറ്റ് മ്യൂട്ടിലാക്കിയിരിക്കുന്നു തോന്നുന്നു. ആണോ? മ്യൂട്ടിലാണ്. ആരെയാണ് ആക്കേണ്ടതെന്ന് പറഞ്ഞാ ആക്കി തരാം. ഷബാന ഉണ്ടോ? ഷബാന, നജാത്ത്, സമീറ. സമീറ ഇല്ല, നജാത്തും പിന്നെന്താ പേര് പറഞ്ഞത്? ഷബാന, സുമരിയ, റബിയ, ഷക്കിയ, ഇങ്ങനെ 4-5 പേരുണ്ട്. പിന്നെ എന്താണ് റഹീന. നിങ്ങൾ ക്ലാസ് എടുത്തോ? നിങ്ങൾ ഈ പറഞ്ഞ പേരുകളൊക്കെ ഇവിടെ ഉണ്ടോ നോക്കട്ടെ ഞാൻ. നജാത്തില്ല. പിന്നെ എസ് വെച്ചിട്ട് എന്തൊക്കെയാ പേര് പറഞ്ഞത്? സുമരിയ, ഷക്കിയ, ഷബാന, പിന്നെ റഹീന, സമീറ. ഇതിൽ ഈ പറയുന്നവരുണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യോ? ഷക്കിയ നൂറുണ്ട്. ഷക്കിയാക്ക് സംസാരിക്കാൻ പറ്റൂ കേട്ടോ. വേറെ ആരുമില്ല? ഷബാന, ബാക്കിയുള്ള ഇതൊക്കെ ലീഡേഴ്സ് ആണ്. റഷീദ നമ്മുടെ ക്ലാസ്സിലെ. ഷബാന ഇല്ല. ഇല്ല. സുമരിയ. റബിയ ഉണ്ടോ? റബിയ 6-ലല്ലേ അവര്? റാബിയ ഇ.കെ. ആണ്. അവര് ഹാൻഡ് റൈസ് ചെയ്യുന്നില്ല. ഹാൻഡ് റൈസിങ് ഞാൻ താഴെ ആയതുകൊണ്ടേ. സുമരിയ ഓട്ടി അതാണോ? സുമരിയ. പിന്നെ റഹീന ഉണ്ടോ? റഹീന. സുമരിയ ഓട്ടീനെ ചെയ്തിട്ടുണ്ട്. പിന്നെ ആരെങ്കിലും താല്പര്യമുള്ളവർ ഹാൻഡ് റൈസ് ചെയ്യാൻ പറയും. ഷിത. നോക്കട്ടെ. ഹാദി നദീം ഹാൻഡ് റൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ നോക്കിക്കോളി. പഠിക്കുന്നവരൊക്കെ ആണെങ്കിൽ മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ്. സന്തോഷം. ആർക്കും പഠിക്കുന്നവർക്ക് ആർക്കും ഇവർക്കൊക്കെ സംസാരിക്കാൻ പറ്റും. ഹാദി നദീം, ഷക്കിയ, സുമരിയ, ഇത്രയും പേർക്ക് സംസാരിക്കാൻ പറ്റും. അവർക്ക് വേറെ ആരെയും മാറ്റി കൊടുക്കാൻ കഴിയോ? ഇല്ലല്ലോ.
പറ്റും പറ്റും. പറ്റും. അപ്പൊ അത് അവർക്ക് അറിയാലോ അല്ലേ? ആരെയാണോ വേണ്ട കൊടുത്താൽ മതി. ഇപ്പൊ എത്ര പേരുണ്ട് റഷീദ ക്ലാസ്സില്? നോക്കട്ടെ. 94 പേരുണ്ട്. ഓക്കെ, അൽഹംദുലില്ലാ. അപ്പൊ നമുക്ക് തുടങ്ങാം. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് അറബിക് പദങ്ങളെ മൂന്നാക്കി ഡിവൈഡ് ചെയ്തു. നാമം, അവ്യയം, ക്രിയ. നാമം എന്നുള്ളത് പറഞ്ഞു. അതിന് പകരം നിൽക്കുന്ന പ്രധാനപ്പെട്ട പദങ്ങളാണ് സർവ്വനാമങ്ങൾ. അതായത് അറബിക് ഭാഷയെ നിയന്ത്രിക്കുന്ന ഹുവാഹും, അൻത, അൻതും, അനാ, നഹ്നു, ഹിയ. അപ്പൊ അവളും കൂടെ ചേർത്ത് നമ്മൾ പഠിച്ചു അല്ലെ. എന്നിട്ട് എന്താണ്, ഇവയെ നമ്മൾ ഓരോന്നിന്റെ കൂടെ, അതായത് നാമത്തിന്റെ കൂടെ എങ്ങനെ ചേർത്ത് പറയും, ക്രിയകളുടെ കൂടെ എങ്ങനെ പറയും, അല്ലെങ്കിൽ അവ്യയത്തിന്റെ കൂടെ എങ്ങനെ പറയും എന്നൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്തു. ഫോർ എക്സാമ്പിൾ, റബ്ബ് എന്നുള്ള നാമത്തിന്റെ കൂടെ ഹുവാഹും അൻതാൻതും അടയത്തും എങ്ങനെ പറഞ്ഞു? റബിയ, ആരുണ്ട്? സുമരിയ, ഒന്ന് പറയാവോ? പറയാം. റബ്ബുഹു, റബ്ബുഹും, റബ്ബുക, റബ്ബുക്കും, റബ്ബി, റബ്ബുന. റബ്ബുന, റബ്ബുഹ. ഇടതുവശത്തേക്ക് ഒരു വിരൽ ചൂണ്ടിട്ട് റബ്ബുഹ, അവളുടെ റബ്ബ്. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാ. ഓക്കെ, അപ്പൊ കിതാബ് വെച്ചിട്ട് ഒന്നുകൂടെ വേറൊരാൾ പറഞ്ഞേ. കിതാബ് വെച്ചിട്ട് നൗൺ, നമ്മുടെ നാമം വെച്ചിട്ടൊന്ന് ആഡ് ചെയ്ത് പറഞ്ഞേ. ഞാൻ പറയണോ വേറുള്ളവർ പറയണോ? എങ്ങനെയാ പറഞ്ഞ ടീച്ചർ? വേറെ ആരെങ്കിലും ഉണ്ടോ? ഇപ്പൊ പറഞ്ഞ ആളല്ല, അടുത്തൊരാൾ പറയും. എല്ലാവർക്കും അവസരം കൊടുക്കാമല്ലോ. അതിന് വേണ്ടിയിട്ടാണ്. ആരും പറയുന്നില്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞാൽ. ബബിതയാണോ ഇപ്പൊ പറഞ്ഞേ? ഹാദിയ. മാഷാ അല്ലാഹ്, ജസാക്കുമുല്ലാഹ് ഖൈർ. ബബിത ശബ്ദം കേട്ടത് എനിക്ക് ബബിത തോന്നിയല്ല. കിതാബ്, കിതാബുഹു, കിതാബുഹും, കിതാബുക, കിതാബുക്കും, കിതാബി, കിതാബുക, കിതാബുന, കിതാബുഹ, കിതാബി, കിതാബുന, കിതാബുഹ. ഇത് വേറൊരാൾ ഒന്നുകൂടെ പറഞ്ഞേ. ഈ കിതാബ് വെച്ചിട്ട് ഒന്നുകൂടെ പറഞ്ഞേ. ശബ്ദം എല്ലാവരും മ്യൂട്ട് ചെയ്യണേ. കിതാബുക, കിതാബുക്കും, കിതാബി, കിതാബുന, കിതാബുഹ. മാഷാ അല്ലാഹ്, അഹ്സൻതി, ജസാക്കുമുല്ലാഹ് ഖൈർ. ഓക്കെ, അപ്പോൾ നമ്മള് നാമത്തിന്റെ കൂടെ ചേർത്ത് എന്താണ്, സർവ്വനാമങ്ങളെ ആഡ് ചെയ്ത് പറഞ്ഞു അല്ലെ. ഇന്ത്യയുടെ, അവളുടെ, അവന്റെ എന്നൊക്കെ. ഇപ്പം അവന്റെ റബ്ബ്, അവളുടെ റബ്ബ്, ഇങ്ങനെയൊക്കെ നമ്മളാക്കി. ഇനി അടുത്തത് അവ്യയത്തിലൂടെ. അവ്യം മീൻസ് എന്താണ്? ഒറ്റയ്ക്ക് നിൽക്കുന്ന അല്ലെ, കുഞ്ഞു വാക്കുകൾ. പക്ഷെ അവ ഒന്നിനോട് ചേരുമ്പോ, ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ അർത്ഥം ഉണ്ടാവില്ല, പക്ഷെ വേറൊന്നിനോട് ചേരുമ്പോ മാത്രം അതെന്താണ്, കണക്ട് ചെയ്ത് വരുമ്പോ ഫുൾ മീനിങ് ആയിട്ട് വരും അല്ലെ. ഫോർ എക്സാമ്പിൾ, ബിസ്മില്ല, ബി, ലില്ലാഹി, ലി അല്ലെ, ഫീ സബീലില്ല, ഫീ, ബി, ഫീ, ലി, ഫീ, ലി, ഫീ, ബി, പിന്നെ എന്താണ്, അല, ഇല, ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു വാക്കുകൾ അല്ലെ. അത് ഒന്നിനോട് ചേരുമ്പോ, നൗണിന്റെ കൂടെയോ എന്താണ് നാമത്തിന്റെയോടെയോ മറ്റു പദങ്ങളോട് ചേരുമ്പോൾ മാത്രമേ ഫുൾ മീനിങ് ഉണ്ടാവുള്ളൂ അല്ലെ. അപ്പൊ അതിനോടുകൂടി നമ്മൾ എങ്ങനെ ആഡ് ചെയ്ത് പറയും? ഫോർ എക്സാമ്പിൾ, ബി വെച്ചിട്ട് എങ്ങനെ പറയും? ഹുവാഹും അൻത, അൻതും, അനാ, നഹ്നു ആഡ് ചെയ്ത് എങ്ങനെ പറയും? ബിഹി, ബിഹിം, ബിക്ക, ബിക്കും, ബി, ബിഹ, മാഷാ അല്ലാഹ്, ജസാക്കുമുല്ലാഹ് ഖൈർ. അടുത്ത ഫീ വെച്ചിട്ട് ഒരാൾക്ക് പറയാവോ? അടുത്തൊരാൾ പറഞ്ഞേ. ഫീഹി, ഫീഹിം, ഫീക, ഫീക്കും, ഫിയ, ഫീന, ഫീഹ. ഫീഹ. മാഷാ അല്ലാഹ്, അഹ്സൻതി, ജസാക്കുമുല്ലാഹ് ഖൈർ. അപ്പൊ അൽഹംദുലില്ലാ. അപ്പൊ നമ്മള് അല, ഇല ഇവയൊക്കെ വെച്ച് നമ്മൾ പറഞ്ഞല്ലേ. ഇല ചേർത്ത് ഒരാൾ പറഞ്ഞേ. ഇല, വേറൊരാൾ പറഞ്ഞേ. ഇല ചേർത്തിട്ട്. ഇലൈഹി, ഇലൈഹിം, ഇലൈക, ഇലൈക്കും, ഇലയ്യ, ഇലൈന, ഇലൈഹ. മാഷാ അല്ലാഹ്, ജസാക്കുമുല്ലാഹ് ഖൈറ. അപ്പോ നമ്മള് ക്രിയകളോട്, നമ്മൾ എന്താണ്, നൗണിന്റെ കൂടെ ചേർത്തു, അവയവങ്ങളോടെ ചേർത്തു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ക്രിയകൾ അല്ലെ. ക്രിയകളിലാണ് നമ്മൾ വന്നത്. ക്രിയ എന്ന് പറയുമ്പോൾ എന്താണ്? ക്രിയ എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥമാക്കുന്നത്? ഒരു പ്രവൃത്തി, ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന പദം. അതെന്താണ്? ഒരു കാലവുമായി കണക്ട് ആയിരിക്കും അല്ലെ. എങ്ങനെ? ഒരു കാലവുമായി, അതായത് നടന്നു, അപ്പൊ കഴിഞ്ഞു അല്ലെ, കഴിച്ചു, പോയി. അപ്പൊ ഇതൊക്കെ എന്താണ്? നടന്ന് കഴിഞ്ഞ കാര്യം. ഇതെല്ലാം ആ പ്രവൃത്തി പൂർത്തിയായത് അല്ലെ, പൂർണ്ണ ക്രിയയാണ് നമ്മൾ പറഞ്ഞത് ഫസ്റ്റ്. ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു ഫത്തഹ, അവൻ തുറന്നു. ഒരു വേർഡ് എടുത്തു, ഒരു വെർബ്, ഒരു ക്രിയ എടുത്തു, ഫത്തഹ. അപ്പൊ അതിനകത്ത് ആ വേർഡുകളിൽ എങ്ങനെയാണ് ഹുവാഹും അൻത, അൻതും, അനാ, നഹ്നു വരുന്നതെന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്തു. എങ്ങനെയാ വരിക? ഫോർ എക്സാമ്പിൾ, ഫത്തഹ, വലത്തേക്ക് കൈ ചൂണ്ടി
ഫതഹ ആ ഫതഹു ഫതഹ്തു 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 ഫതഹ്ന ആ ഫതഹ്ന. അപ്പൊ ഇതുവരെ നമ്മൾ പഠിച്ചു. മാഷാ അല്ലാഹ്. ഇനി അടുത്ത അപൂർണ ക്രിയ, അത് നടന്നുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ നടക്കും. അപ്പൊ അടുത്തൊരു അപൂർണ ക്രിയ നമ്മൾ പറയുന്നത്. ആദ്യം പറഞ്ഞത് പൂർണ്ണക്രിയ, ചെയ്തു കഴിഞ്ഞു. അപ്പൊ ഇനി തുറക്കുന്നു അല്ലെങ്കിൽ തുറക്കും. നമ്മൾ എങ്ങനെ പറയും? യഫ്തഹു യഫ്തഹൂന തഫ്തഹു അഫ്തഹു നഫ്തഹു. അല്ലെ? മാഷാ അല്ലാഹ് മാഷാ അല്ലാഹ്. എന്നിട്ട് നമ്മൾ പറഞ്ഞു ആ ഒരു കാര്യം ചെയ്യരുത്, നമുക്ക് കൽപ്പിക്കണം. അല്ലെ? കൽപ്പന ക്രിയ ചെയ്യണം അല്ലെങ്കിൽ ചെയ്യരുത്, ഇത് രണ്ട് നമുക്ക് കൽപ്പിക്കണം. എങ്ങനെയാണ് കൽപ്പന ക്രിയ പറയുക? ഇഫ്തഹു. അപ്പം ഇഫ്തഹ് എന്ന് പറയുമ്പോൾ ഒരു വിരൽ ചൂണ്ടണം. നീ തുറക്കൂ. അല്ലെ? ഇഫ്തഹ് ഇഫ്തഹു, നിങ്ങൾ തുറക്കൂ. ഇനി തുറക്കരുത്, നീ തുറക്കരുത്, എങ്ങനെ പറയും? ലാ തഫ്തഹു. മാഷാ അല്ലാഹ് മാഷാ അല്ലാഹ്. ജസാക്കുമുല്ലാഹ് ഖൈറൻ. എന്നിട്ട് നമ്മൾ പറഞ്ഞു തുറക്കുന്നവൻ എന്ന് പറയണം. അല്ലെ? അറബിയിൽ എങ്ങനെയാ വാക്ക് ഉണ്ടാക്കുക? ആ വെർബിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കുക. അല്ലെ? ഫതഹ എന്നുള്ളതിന് ഫാത്തിഹുൻ. അല്ലെ? തുറക്കുന്നവൻ. ഫാത്തിഹൻ. അടുത്ത തുറക്കപ്പെടുന്നത്. അപ്പൊ കർമ്മമാണ്. അല്ലെ? അപ്പൊ ആദ്യം നമ്മൾ പറഞ്ഞത് കർത്താവ് എന്നുള്ള ഒരു നാമം, കർത്തൃനാമം ആണ് ഫാത്തിഹൻ. രണ്ടാമത് കർമ്മം എങ്ങനെ ചെയ്യപ്പെടുന്നത്, തുറക്കപ്പെടുന്നത് എന്നെങ്ങനെ പറയും? ആ കർമ്മത്തിനെ മഫ്തൂഹൻ. അല്ലെ? മഫ്തൂഹൻ. എന്നിട്ട് ആ കർമ്മ, ആ ക്രിയാധാതു, അതായത് ആ ചെയ്യൽ അല്ലെങ്കിൽ ആ പ്രവൃത്തി നമ്മൾ എങ്ങനെ പറയും? തുറക്കൽ എന്നുള്ളതിന് എന്താ വേർഡ് ഉപയോഗിക്കുക? ഫത്ഹുൻ. എങ്ങനെ? ഫത്ഹൻ. അപ്പൊ എങ്ങനെ പറയും? ഫാത്തിഹൻ മഫ്തൂഹൻ ഫത്ഹൻ. ഓക്കെ? ഇതുപോലെ ക്രിയകളുടെ ഇത്രയും രൂപങ്ങൾ നമ്മൾ പറയണം. എങ്ങനെ? ഫത്തഹ പറഞ്ഞു. അടുത്തത് വേറൊരു ക്രിയ ജഅല, അതിന്റെ പൂർണ്ണക്രിയ, അപൂർണക്രിയ, കൽപ്പനം, വിരോധം, പിന്നെന്താണ്? കർത്തൃനാമം, കർമ്മം, ക്രിയാധാതു. ഇത് ഇത്രയും പറയുമ്പോൾ ഒരു ക്രിയയുടെ 19 രൂപങ്ങൾ നമ്മൾ എത്തി. ഒന്ന് പറഞ്ഞു നോക്കാം. അപ്പൊ എളുപ്പത്തിൽ നമ്മൾ എന്താ പറയാ? ഈ പ്രധാനപ്പെട്ട 2, 4, 6 രൂപങ്ങൾ നമുക്ക് പറയാം. ജഅല, ജഅല അറിയാം. ജഅല ജഅലു, ജഅൽത ജഅൽതും, ജഅൽതു ജഅൽന. അല്ലെ? യജഅലു യജഅലൂന, തജഅലു തജഅലൂന, അജഅലു നജഅലു. അല്ലെ? കൽപ്പന ക്രിയ എങ്ങനെ പറയും? ഇജ്അൽ. അല്ലെ? ഇജ്അൽ ഇജ്അലൂ. അല്ലെ? ലാ തജഅൽ ലാ തജഅലൂ. അപ്പം കർത്താവ് എങ്ങനെ പറയും? ജാഇലുൻ ജാഇലുൻ മജ്ഊലുൻ ജഅലുൻ ജഅലുൻ. എങ്ങനെ പറയും? ജാഇലുൻ മജ്ഊലുൻ ജഅലുൻ. ഒരു മിനിറ്റ് ഇല്ല, കാണു വീഡിയോ ഒരു മിനിറ്റ്, ഓഡിയോ മ്യൂട്ടാക്കണം. ഒറ്റ മിനിറ്റ്. സ്ക്രീൻ ഷെയർ സ്റ്റോപ്പ് ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ടീച്ചറെ വലിയ ഒരു മിനിറ്റ് പറഞ്ഞിട്ട് പോയതാട്ടോ.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേൾക്കാവോ? ഒറ്റ മിനിറ്റ്, അത് ഇടയ്ക്ക് കട്ടാക്കേണ്ടി വന്നു കേട്ടോ. സോറി കേട്ടോ, ഇടയ്ക്ക് ഒരു എമർജൻസി, കാരണം രക്ഷയില്ല. ഞാനത് എടുത്തില്ല എങ്കിൽ പിന്നെ അതിങ്ങനെ കോള് മറുപടി നമ്മൾ കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് ഞാനൊന്ന് ഇറങ്ങിയതാണ്. സോറി കേട്ടോ. അപ്പൊ ഇത് റെക്കോർഡിംഗ് ആവോ ഇനി? അതൊക്കെ റെക്കോർഡിംഗ് നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ടില്ലല്ലോ, നിങ്ങൾ പറഞ്ഞോളൂ. ഓക്കെ ഓക്കെ. ജസാക്കല്ലാഹു ഖൈറൻ. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് എവിടെ വരാണ്? ക്ലിയർ ആണോ? പൂർണ്ണക്രിയ. ക്ലിയർ ആണല്ലോ. ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞു ജഅല. ജഅലയുടെ ഈ ടേബിൾ നമുക്ക് എളുപ്പം മനസ്സിലാക്കണം. ജഅല എന്നുള്ളത് ബിസ്മില്ലാഹിർ അൽഹംദുലില്ലാഹ്. ജഅലയുടെ അപൂർണക്രിയ യജ്അലു അല്ലെ, അവൻ ആക്കുന്നു അല്ലെങ്കിൽ ആക്കും. യജ്അലു. ഇങ്ങനത്തെ കൽപ്പനക്രിയ എങ്ങനെ പറയും? ഇജ്അൽ. ഈ ടേബിൾ നിങ്ങൾ കാണുന്നുണ്ടോ? ഈ ടേബിള് ഈ ടേബിൾ വെച്ചുകൊണ്ട് നിങ്ങൾ പറയാനേ. ജഅല യജ്അലു. ഇജ്അൽ കൽപ്പനക്രിയ. ഇനി എന്താണ്? ജാഇലുൻ കർത്താവ്, മജ്ഊലുൻ കർമ്മം, ജഅലുൻ ആ ചെയ്യലിന് പറയുന്നതാണ്, ക്രിയാധാതുവാണ് കേട്ടോ. ഇൻഷാ അല്ലാഹ്. അപ്പൊ ജഅലുൻ ഇത്ര മനസ്സിലായോ? ഇതുപോലെ നമുക്ക് ഓരോ വെർബ് കിട്ടിയാൽ, ഒരു ക്രിയ കിട്ടിയാല് നമുക്ക് 19 രൂപങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അൽഹംദുലില്ലാഹ്. ഫതഹ, ജഅല, നഫഅ, ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഓരോ ദിവസം പ്രാക്ടീസ് ചെയ്യിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും അത് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഒരാളൊന്ന് പറഞ്ഞ നഫഅ. നഫഅയുടെ അപൂർണക്രിയ എങ്ങനെ ഇരിക്കും? യൻഫഉ അല്ലെ. കൽപ്പനക്രിയ എങ്ങനെ ഇരിക്കും? ഇൻഫഉ. അപ്പൊ കർത്താവ് നാഫിഉൻ അല്ലെ. എളുപ്പമുണ്ടല്ലോ. കർമ്മം എങ്ങനെ ഇരിക്കും? ആ തടയപ്പെടുന്നത് എങ്ങനെ പറയും? മൻഫൂഉൻ അല്ലെ. മൻഫൂഉൻ. അതിന്റെ ക്രിയാധാതുവിന്റെ റൂട്ട് വേർഡ് എങ്ങനെ ഇരിക്കും? നഫ്ഉൻ. ആക്ഷൻ വേർഡ് അല്ലെ. ആക്ഷൻ വേർഡ് നഫ്ഉൻ. അപ്പൊ പ്രയോജനപ്പെടൽ അല്ലെ, പ്രയോജനം എന്നുള്ള വാക്ക് നഫ്ഉൻ. ഓക്കെ. അതുപോലെ നമുക്ക് ഓരോ വാക്ക് കിട്ടുമ്പോഴും പറയാൻ പറ്റും. ഓരോ വെർബ്. ബഅസ. ബഅസക്ക് അപൂർണക്രിയ എങ്ങനെ പറയും? യബ്അസു. യബ്അസു. ഓക്കെ. കൽപ്പനക്രിയ എങ്ങനെ ഇരിക്കും? ഇബ്അസ്. ഇബ്അസ്. കണ്ടോ, സുക്കൂനാണ്. ഇബ്അസ്. അതിന്റെ കർത്താവ്, അതിന്റെ കർത്തൃനാമം എങ്ങനെ ഇരിക്കും? ബാഇസുൻ അല്ലെ. ഫാത്തിഹുൻ പറഞ്ഞല്ലോ, ബാഇസുൻ. അടുത്തത് കർമ്മം മബ്ഊസുൻ അല്ലെ. പിന്നെന്താണ്? ക്രിയാധാതു ബഅസുൻ. അപ്പൊ നിയോഗിക്കൽ, ബഅസുൻ അല്ലെ, അല്ലെ ഉയർത്തെഴുന്നേൽപ്പ് എന്നുള്ള ബഅസുൻ. ഓക്കെ. ക്ലിയർ ആണോ എല്ലാവർക്കും? ഇതുവരെയുള്ളത് ഒരു മറുപടി പറയുക കേട്ടോ. ക്ലിയർ ആണ്. ഓക്കെ, മാഷാ അല്ലാഹ്. അടുത്ത ലഅന ഒന്ന് പറഞ്ഞേ. ലഅന ഒരാൾ പറഞ്ഞേ. ഈ ടേബിൾ നോക്കി പറഞ്ഞേ. അല്ലെ. ഇൽഅൻ. ലാഇനുൻ. ലഅനുൻ. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. ജസാക്കുമുല്ലാഹ് ഖൈർ. അടുത്തത് മനഅ ഒന്ന് പറഞ്ഞേ. മനഅ തടഞ്ഞു അല്ലെ. മൻഉൻ. മാഷാ അല്ലാഹ്, ജസാക്കുമുല്ലാഹ് ഖൈർ. അടുത്ത റഫഅ എന്ന് പറഞ്ഞേ. റഫഅ ഉയർത്തി, അവൻ ഉയർത്തി. അപ്പൊ അതിനെങ്ങനെയാണ്? അവൻ ഉയർത്തുന്നു. അടുത്ത ഒരാൾ പറഞ്ഞേ. റഫഅ, യർഫഉ, ഇർഫഉ, റാഫിഉൻ, മർഫൂഉൻ, റഫഉൻ. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. റാഫിഉൻ. കണ്ടോ, ആ റായിൽ അലിഫ് വിട്ടുപോയി, എന്നിട്ട് പോലും നിങ്ങൾ കറക്റ്റാ പറഞ്ഞു. മാഷാ അല്ലാഹ്, ജസാക്കുമുല്ലാഹ് ഖൈർ. അടുത്ത ജമഅ എന്ന് പറഞ്ഞേ. അടുത്തൊരാള്. മാഷാ അല്ലാഹ്. അഹ്സൻതി. മാഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. ഓക്കെ. അപ്പൊ ഇതില് നിങ്ങളൊന്ന് നോക്കിയേ, ഒരു മാറ്റം വരുന്നത് ക്രിയാധാതുവിൽ ഏതെന്ന് നോക്കിയേ. ഫഅലക്ക് ഫിഅലുൻ എന്നല്ലേ ക്രിയാധാതു. ഫഅല യഫ്അലു, ഇഫ്അൽ, ഫാഇലുൻ, മഫ്ഊലുൻ, ഫിഅലുൻ. ഓക്കെ. അടുത്ത സ്വനഅ നിർമ്മിച്ചു. യസ്നഉ, യസ്നഅ, സാനിഉൻ, മസ്നൂഉൻ, സുൻഉൻ. ആണോ? ശ്രദ്ധിച്ചോ എല്ലാവരും? ക്രിയാധാതുവിൽ വരുന്ന മാറ്റങ്ങൾ കണ്ടോ? ഫിഅലിന് മാറ്റമുണ്ട്, സുൻഉന് മാറ്റമുണ്ട് അല്ലെ. അടുത്ത ഷഫഅ.
യശ്ഫഉ കൽപ്പനക്രിയ ഇഷ്ഫഉ. പിന്നെന്താണ് കർത്താവ്? ഷാഫിഉൻ അല്ലെ? ആരാണോ ശുപാർശ ചെയ്യുന്നത്? ശുപാർശ ചെയ്യുന്നവനാണ് മഷ്ഫൂഉൻ, ആ ശുപാർശ ചെയ്യപ്പെടുന്നത് എന്താണ്? ഷഫാഅത്തുൻ, അതാണ് ശുപാർശ. നമ്മൾ പറയില്ലേ ഷഫാഅത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷഫാഅത്ത് നമുക്ക് വേണമെന്ന്, അതിനു വേണ്ടിയിട്ടാണ് ബാങ്കിന്റെ പ്രാർത്ഥന നമ്മൾ പറയില്ല അല്ലെ? ആ ഷഫാഅത്ത് കിട്ടാൻ വേണ്ടിട്ട് ഇങ്ങനെ വസീലത്ത് ഫളീലത്ത് എന്ന പദവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിട്ടിയാലാണ് നമുക്ക് വേണ്ടി ഷഫാഅത്ത് ചെയ്യുക അല്ലെ? അപ്പൊ ഷഫാ കണ്ടോ, ക്രിയാധാതുണ്ട്. ക്രിയാധാതുവിന്റെ വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അത് കൊടുത്തിരിക്കുന്നത്. ദഹബ യദ്ഹബു ഇദ്ഹബ് കണ്ടോ, ദാഹിബുൻ പോകുന്നവൻ, മദ്ഹൂബുൻ എന്താണ്? ദഹാബുൻ കണ്ടോ, പോകൽ, ദഹാബുൻ. ക്ലിയർ ആയോ എല്ലാവർക്കും? ഇനി നമ്മൾ പോകുന്നത് അടുത്ത ഒരു സ്ത്രീലിംഗത്തിന്റെ രൂപം കൂടെ പഠിച്ചു കഴിഞ്ഞാല് നമ്മുടെ ടേബിള് പൂർത്തിയായി. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഓക്കെ, നമുക്ക് നോക്കാം. എക്സാമ്പിൾ ഫതഹ തന്നെ എടുത്തോളീം. ഫതഹ. ഓക്കെ, ഫതഹ, ഫതഹു. ഒരാൾ പറഞ്ഞേ, നമ്മൾ പഠിച്ചത് വരെ ഒന്ന് പറഞ്ഞേ. ഫതഹ. فتح فتحوا فتحت فتحتم فتحت فتحنا يفتحوا يفتحون تفتحوا تفتحون أفتحوا نفتح ما شاء الله. افتح افتح افتحوا لا تفتح لا تفتحوا فاتح مفتوح فتح فتح. ما شاء الله. അപ്പൊ നമ്മൾ 19 രൂപ അൽഹംദുലില്ലാഹ് നന്നായിട്ട് പറഞ്ഞു. അഹ്സൻ, തബാറകല്ലാഹു അലൈകി. അപ്പോ ഇനി നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്ന ഒരു രൂപം കൂടെ തന്നെ, അതായത് സ്ത്രീലിംഗത്തിന്റെ 2 രൂപം, അതോടുകൂടി നമ്മള് ടേബിൾ പൂർത്തിയാകണം. സുബ്ഹാനല്ലാഹ്. എങ്ങനെയാണ്? ഹിയ ഫത്തഹത്ത്. നമ്മൾ ഇടത്തേക്ക് നമ്മളെ ഇടത് കൈ ചൂണ്ടി ഒരു വിരൽ ചൂണ്ടിക്കൊണ്ട് പറയും അവൾ തുറന്നു. എങ്ങനെ? ഫത്തഹത്ത്. ഹിയ നമ്മൾ കൂടെ ചേർത്ത് പറയുന്ന അറിയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ ഫത്തഹ എന്ന് പറഞ്ഞാൽ അവൻ തുറന്നു. നമ്മൾ വലതുവശത്തേക്ക് കൈ ചൂണ്ടി പറഞ്ഞു ഫത്തഹ, പക്ഷെ ഇടതുവശത്തേക്ക് കൈ ചൂണ്ടുമ്പം ഫത്തഹത്ത്. എന്താ പറയും? ഫത്തഹത്ത്. അവൾ തുറന്നു. ഇത്ര നേരം അവനല്ലേ തുറന്നത്, അവരൊക്കെ അങ്ങനെ പോയി. നമുക്ക് സ്ത്രീലിംഗ ഒരു പെണ്ണിനെ കൂടെ പഠിക്കണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് ഹിയ ഫത്തഹത്ത്. കാരണം സ്ത്രീലിംഗ അധിക രൂപങ്ങളും ഖുർആനിൽ വന്നിട്ടില്ല, കുറച്ച് രൂപങ്ങളെ ഉള്ളൂ. അതുകൊണ്ടാണ് കുറച്ച് രൂപങ്ങൾ നമ്മൾ കവർ ചെയ്ത് പോകുന്നത്. അപ്പൊ എളുപ്പം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ക്ലിയർ ആണോ? അപ്പൊ എങ്ങനെ പറയും സ്ത്രീലിംഗം? ഹിയ ഫത്തഹത്ത്. എങ്ങനെ പറയും? ഇടതുവശത്തേക്ക് ഒരു വിരൽ ചൂണ്ടിക്കൊണ്ട്, ഇടത് കൈ ചൂണ്ടിക്കൊണ്ട് എന്ത് പറയും? ഹിയ ഫത്തഹത്ത്. അതിന്റെ അർത്ഥം എന്താ? അവൾ തുറന്നു. ഓക്കെ, അവൾ തുറന്നു. ഇനി അവൾ തുറക്കുന്നു കൂടെ പറയണ്ടേ? ഹിയ, കൈ കുറച്ച് മുകളിലേക്ക് ഇടത് കൈ ഉയർത്തിയിട്ട് പറയും ഹിയ തഫ്തഹു. എങ്ങനെ പറയും? ഹിയ തഫ്തഹു. ഒന്ന് പറഞ്ഞേ, ആർക്ക് പറയാം? ഹിയ ചേർത്ത് എങ്ങനെ പറയും? അവൾ തുറന്നു. പൂർണ്ണക്രിയ. ഹിയ ഫതഹത്ത്. അപ്പം ഫതഹ എന്നുള്ള വേർഡിന്റെ കൂടെ നമ്മൾ എന്ത് വെച്ചെടുത്തു? ഒരു താ സുക്കൂൻ ഇട്ട് കൊടുത്തല്ലേ? അപ്പൊ ഫതഹത്തായി. അത് ഇടതുവശത്തേക്കാണ്, ഒരു വിരൽ ചൂണ്ടുക. അവൾ തുറന്നു. ഇനി അവൾ തുറക്കുന്നു അല്ലെങ്കിൽ തുറക്കുന്നു എങ്ങനെ പറയും? ഹിയ തഫ്തഹു. ഫ്രണ്ടിൽ വെച്ച് കൊടുക്കും. ഫ്രണ്ടിൽ വെക്കും അല്ലെ? ഫതഹയുടെ ഫ്രണ്ടിൽ വെച്ച് കൊടുത്തിട്ട് തഫ്തഹു. എങ്ങനെ പറയും? തഫ്തഹു. അവൾ തുറക്കുന്നു അല്ലെങ്കിൽ തുറക്കും. അപ്പൊ 21 രൂപങ്ങൾ ഒരു വെർബിന്റെ, ഒരു നോർമലി നമ്മളൊരു വെർബ് കിട്ടിയാൽ അതിന്റെ 21 രൂപങ്ങൾ നമ്മളാക്കാൻ പഠിച്ചു കഴിഞ്ഞു. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്. എങ്ങനെയുണ്ട്? എളുപ്പമുണ്ടോ? ഒന്ന് പറഞ്ഞു നോക്കാം. പൂർണ്ണ രൂപം നമുക്ക് പറയാം. 21 രൂപങ്ങളും റെഡി? ഓക്കെ പറയാമല്ലോ. ഓക്കെ. ഫതഹ ഫതഹു. നമ്മൾ വലതുവശത്തേക്ക് കൈ ചൂണ്ടി താഴ്ത്തിയാണ് പൂർണ്ണക്രിയ. ഫതഹ ഫതഹു. പറഞ്ഞോളി. ഇനി അടുത്ത കൈ ഒന്ന് ഉയർത്തിയിട്ട് വലതുവശത്തേക്ക് യഫ്തഹു യഫ്തഹൂന. ഇനി കൽപ്പനക്രിയ എങ്ങനെ പറയും? ഇനി ലാ തഫ്തഹു, വിരോധക്രിയ. ലാ തഫ്തഹു. ഇനി ഫാത്തിഹൻ മഫ്തൂഹുൻ. ഓക്കെ. ഇനി നെക്സ്റ്റ് ഇടതുവശത്തേക്ക് കൈ ചൂണ്ടി ഹിയ ഫതഹത്ത്. ഹിയ ഫതഹത്ത്. എന്നിട്ട് കൈ ഉയർത്തിക്കൊണ്ട് പറയും ഹിയ തഫ്തഹു. എങ്ങനെ? അവൾ തുറക്കുന്നു അല്ലെങ്കിൽ തുറക്കുന്നു എങ്ങനെ പറയും? ഹിയ
തഫ്തഹു. നമ്മളിപ്പോ ഹിയ ഇങ്ങനെ ആഡ് ചെയ്ത് നിങ്ങൾക്കൊന്ന് ഓർമ്മപ്പെടുത്താനാണ്, അല്ലാത്തപ്പോ ഹിയ ഉപയോഗിക്കേണ്ട. ഫതഹത് തഫ്തഹു എന്ന് പറഞ്ഞാൽ മതിയാകും. ക്ലിയർ ആണോ? പിടികിട്ടിയോ? ഫതഹ എന്നുള്ളതാണ്. ഫാത്തിമാക്ക് സംസാരിക്കാൻ പറ്റും. പറഞ്ഞോളി. സംസാരിക്കും. അല്ല, അപ്പഴേ വോയിസ് പറയാൻ പറ്റുന്നില്ല പറഞ്ഞപ്പോ ഇപ്പൊ പറ്റും പറയാ. മനസ്സിലായി. പറഞ്ഞോളി ഫാത്തിമ. ഫാത്തിമ എന്താ ഡൗട്ട്? പറയണോ? ഫാത്തിമ ഫതഹ ഫതഹു ഫതഹതു ഫതഹതും ഫതഹതു ഫതഹന യഫ്തഹു യഫ്തഹൂന തഫ്തഹു തഫ്തഹൂന ഇഫ്തഹു തഫ്തഹു അഫ്തഹു അഫ്തഹു ഇഫ്തഹു അഫ്തഹു നഫ്തഹു ഇഫ്തഹ് ഇഫ്തഹു ലാ തഫ്തഹ് ലാ തഫ്തഹു. ഫാത്തിഹുൻ. ചെയ്യുന്നവൻ എന്ത് പറയും? തുറക്കുന്നവൻ എന്ത് പറയും? ഫാത്തിഹുൻ. മഫ്തൂഹുൻ തുറക്കപ്പെടുന്നത്. തുറക്കൽ എന്ത് പറയും? ഫത്ഹുൻ. അല്ലെ, വിജയം, തുറക്കൽ എന്നൊക്കെ ഉണ്ടല്ലേ. ഫത്ഹുൻ. ഇനി സ്ത്രീലിംഗം എങ്ങനെ പറയും? ഫതഹത്. ഹിയ ഫതഹത്. പിന്നെന്താണ്? ഹിയ തഫ്തഹു. കാണുന്നുണ്ടോ എല്ലാവർക്കും? കണ്ടോ? ക്ലിയർ ആണോ? കുറച്ച് സ്ക്രീൻ സൂം ചെയ്തു. കണ്ടോ? ഹിയ ഫതഹത് ഹിയ തഫ്തഹു. ഓക്കെ, ക്ലിയർ? മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാ. അപ്പൊ ഇതുവരെയുള്ള പ്രധാനപ്പെട്ട 21 രൂപങ്ങൾ നമ്മൾ കരസ്ഥമാക്കി കഴിഞ്ഞു കേട്ടോ. അപ്പൊ നമ്മളിപ്പം ഇവിടെ പറയുന്നത് വേറൊന്നുമല്ല. ഇപ്പൊ ഇത് നോക്കിയേ, ഫാഇലുൻ. ആരാണ് ഫാഇലുൻ? ഫാഇലുൻ ആരാണ്? പ്രവർത്തിക്കുന്നവൻ അല്ലേ, ഫാഇലുൻ. അപ്പൊ ഫാഇലുൻ ഒരാളെ ഉള്ളൂ അല്ലെ. അതിന്റെ ബഹുവചനം എങ്ങനെ ഇരിക്കും? ഫാഇലൂൻ ഫാഇലീൻ അല്ലെ. നമ്മൾ ഖുർആനിൽ കാണാറുണ്ട് അല്ലെ, ഫാഇലുൻ ഫാഇലീൻ. അതുപോലെ മഫ്ഊലുൻ മഫ്ഊലൂൻ മഫ്ഊലീൻ. ബഹുവചന രൂപങ്ങളാണ്. നോർമലി നമുക്കറിയാം ഒരു ബഹുവചനം എങ്ങനെ ആക്കും? ഊന ഈന ചേർത്താണ് പറയാറ്. അതങ്ങനെ ജസ്റ്റ് ഒന്ന് നിങ്ങളെ പരിചയപ്പെടുത്തിയേ ഉള്ളൂ കേട്ടോ, ഇൻഷാ അല്ലാഹ്. അപ്പൊ നമ്മള് സൂറത്ത് ഖുറൈശിലേക്ക് പോവുകയാണ്. ഇതുവരെ ഉള്ളതെല്ലാം ക്ലിയർ ആയോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആർക്കും വേണമെങ്കിലും ചോദിക്കാം. ഇവിടെ നിങ്ങൾ ആക്കും ഫതഹ തുറക്കുന്നല്ലേ, നിങ്ങൾ തുറക്കുന്നുള്ളതും അവൾ തുറക്കുന്നുള്ളത് ഒരേപോലെയല്ലേ നമ്മൾ പറയാം? അതെ അതെ, ഒരേപോലെയാണ് വന്നിരിക്കുന്നത്. മാഷാ അല്ലാഹ് മാഷാ അല്ലാഹ്. അത് നമുക്ക് സ്ത്രീയോടാണ് സംസാരിക്കുമ്പോൾ മറ്റു രൂപങ്ങൾ വെച്ച് നമുക്ക് മനസ്സിലായി ഇത് സ്ത്രീയോടാണ്. അപ്പൊ നീ തുറക്കുന്നതിനും തഫ്തഹു പറയും. പക്ഷെ സ്ത്രീയാണ് തുറക്കുന്ന, അവൾ തുറക്കുന്നുവെങ്കിലും നമ്മൾ എന്ത് പറയും? തഫ്തഹു എന്നാണ് ഉപയോഗിക്കുന്നത്. മാഷാ അല്ലാഹ്, ജസാക്കുമുല്ലാഹു ഖൈർ. അത് സെന്റൻസിന്റെ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, പോകെ പോകെ നമുക്കതെല്ലാം ക്ലിയർ ആക്കാൻ പറ്റും ഇൻഷാ അല്ലാഹ്. അപ്പൊ ഇതാണ് ബേസിക് രൂപങ്ങൾ എന്നുള്ളതാണ് നിങ്ങൾക്ക് നമ്മൾ തരുന്ന ഏറ്റവും എളുപ്പ വഴി ഉണ്ടാകും. ഖുർആൻ പഠനത്തിന് എളുപ്പ വഴി എന്ന് പറയുന്നത് ഈ ഫിഅലാണ് മെയിൻ. ഈ കർമ്മ, അതായത് എന്താണ്, ക്രിയകൾ. ഈ ക്രിയകൾ നമ്മളെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. അൽഹംദുലില്ലാഹ്, വളരെ ഈസി ആയിട്ടാണ് നമ്മളിത് ക്യാച്ച് ചെയ്തത് അല്ലേ? തോന്നുന്നില്ലേ നിങ്ങൾക്ക്? നിങ്ങൾ തന്നെ പറയാൻ അഭിപ്രായം എന്താണ്? അൽഹംദുലില്ലാഹ്, ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നി, പിന്നെ അത് ഭയങ്കര സിമ്പിൾ ആയിരുന്നു. മാഷാ അല്ലാഹ് മാഷാ അല്ലാഹ്. അതെ, അതാ ഇതിന്റെ ഒരു പ്രത്യേകത. നമുക്ക് ഭാരമായിട്ട് തോന്നുന്നത് പിന്നെ അത് ഈസി ആയിട്ട് മാറും. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. അള്ളാന്റെ മഹത്തായ ഫദ്ല് കൊണ്ട് നമുക്ക് ഈസിയായി മാറും. അങ്ങനെയാണ് മാഷാ അല്ലാഹ് അല്ലെ. ഇപ്പൊ നിങ്ങൾക്ക് അത് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലേ? എല്ലാവർക്കും ഒരാളുടെ മറുപടി കണ്ടോളൂ, കേട്ടോളൂ. എല്ലാരും പറയുന്നുണ്ടായിരിക്കും. പഠിക്കാൻ പറ്റുന്നുണ്ട്. ഇതിന്റെ അർത്ഥങ്ങൾ ഒന്നും കൂടി നല്ലോണം അത് കിട്ടും. അത് ഇപ്പൊ നമ്മൾ ഓരോ സൂറകള് നിങ്ങൾ തറവായിട്ട് പഠിച്ചു പോയാല് വേർഡുകൾ, നമ്മളെ വാക്കുകൾ കൂടുതൽ കിട്ടും തോറും, വൊക്കാബ്സ് മെയിൻ ആണ്, നമുക്കത് കിട്ടും തോറും നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഈസി ആവും. പിന്നെ നമുക്ക് ഈ ഹുവാഹും അൻതാൻതും ആഡ് ചെയ്യണം, നമുക്ക് എളുപ്പം മനസ്സിലാക്കാൻ പറ്റുമല്ലോ അല്ലെ. ആ ഒരു ടെക്നിക്ക് നമുക്ക് പിടികിട്ടിയില്ലേ? സുബ്ഹാനല്ലാഹ്. നിങ്ങൾക്ക് ഇപ്പൊ ഒരു ഫാത്തിഹ എടുത്താലും ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും ഇല്ലേ? പറ്റും. നിങ്ങൾക്ക് ഓരോ യൂണിറ്റ് വെച്ച് നിങ്ങൾക്ക് ഓരോരുത്തർക്കും, നിങ്ങൾ ആത്മാർത്ഥമായി പഠിക്കുന്ന ഓരോരുത്തർക്കും അള്ളാഹുവിന്റെ തൗഫീഖോട് കൂടി നിങ്ങൾക്ക് അത് പറഞ്ഞു കൊടുക്കാൻ കഴിയണം. അതാണ് ഈ പഠനത്തിന്റെ ഒരു പ്രത്യേകത അല്ലെ. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. സന്തോഷം. നിങ്ങൾ സന്തോഷത്തോടെ പറഞ്ഞേക്കുമ്പോൾ എനിക്ക് അൽഹംദുലില്ലാഹ് ഭയങ്കര സന്തോഷം. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്, അല്ലാഹ് പൂർത്തിയാക്കി തരട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഓക്കെ, അപ്പൊ നമ്മൾ സൂറത്ത് ഖുറൈശിലേക്ക് പോവുകയാണ്. അപ്പൊ നമ്മുടെ 11ാമത്തെ യൂണിറ്റ് ആണല്ലേ, അല്ല 12ാമത്തെ യൂണിറ്റ്. ഈ യൂണിറ്റ് കഴിയുമ്പോ 13ാമത്തെ യൂണിറ്റ് ആകുമ്പോ സുബ്ഹാനല്ലാഹ് നമ്മൾ എന്താണ്
നമ്മുടെ പ്രധാനപ്പെട്ട ഒരു സെം 1 നമ്മൾ അവസാനിക്കുകയാണ്. 12ാമത്തെ യൂണിറ്റ് ആണിത്. ഇത് കഴിഞ്ഞ് 13 കൂടെ കഴിയുമ്പോൾ, അതായത് സൂറത്ത് ഫീൽ അതും കൂടെ കഴിയുമ്പോൾ നമ്മൾ സെം 1 അൽഹംദുലില്ലാ പൂർത്തിയാക്കിയാണ്. അപ്പൊ നമ്മളിങ്ങനെ എൻഡിങ്ങിലൊന്ന് നിൽക്കുകയാണ്. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാ. അപ്പൊ നിങ്ങൾ ഓരോ സൂറം തറവായിട്ട് പഠിക്കുക. അപ്പൊ ഇത് ഈസി ആയിട്ട് നിങ്ങൾ എങ്ങനെ നിങ്ങൾ പഠിച്ചെന്ന് നമുക്ക് മനസ്സിലാക്കണം. അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ചെറിയൊരു ടെസ്റ്റ് ആണ്, അത്രേ ഉള്ളൂ, പേടിക്കണ്ട കേട്ടോ. ഇപ്പൊ ഞാൻ ഈ ചോദിക്കുന്നത് പോലെ തന്നെ നിങ്ങൾക്കത് അറ്റൻഡ് ചെയ്യാൻ പറ്റും ഇൻഷാ അല്ലാഹ്. ഇങ്ങനെയുള്ള സിമ്പിൾ ചോദ്യങ്ങളായിരിക്കും. അൽഹംദുലില്ലാ. അപ്പൊ നമ്മൾ സൂറത്ത് ഖുറൈശിലേക്ക് കടക്കാം. ആരും പേടിക്കണ്ട കേട്ടോ, പരീക്ഷ എന്നും പറഞ്ഞൊന്നും ആരും ഓടിക്കളയരുതേ. ഇൻഷാ അല്ലാഹ്. ഓക്കെ, സൂറത്ത് ഖുറൈശ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لإيلاف قريش. لإيلاف قريش. കണ്ടോ? لإيلاف قريش. ലി എന്താണ്? അത് ചേർക്കാനായിട്ടാണ് കേട്ടോ. ലി ഈലാഫി ഇണക്കിയതിന്. ലി ഇന് വേണ്ടി എന്ന് പറയില്ലേ, അതുപോലെയാണ് ലി ഈലാഫി ഇണക്കിയതിന്. ആര്? ഖുറൈശികളെ, അല്ലെ? ഖുറൈശികളെ ഇണക്കിയതിന്. ഈലാഫിഹിം. ഈലാഫിഹിം. അപ്പൊ ഈലാഫ് എന്ന് പറഞ്ഞ ഇണക്കമാണ്. ലീ ചേർക്കുമ്പോൾ ഇണക്കിയതിന്. ഖുറൈശ് എന്നുള്ളത് ഖുറൈശികളെയാണ് പറയുന്നത്. അപ്പൊ ഈ സൂറത്തിന്റെ പേര് തന്നെ എന്താണ്? ഖുറൈശികളെ പറ്റി പറയുന്നതാണ് കേട്ടോ. ആ വംശം, ഖുറൈശ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഖുറൈശികളെ സംബന്ധിച്ച് മാത്രം പ്രസ്താവിക്കപ്പെട്ടിട്ടുള്ള ഒരു അധ്യായമാണിത് കേട്ടോ. ഇതുമൂലം ഖുറൈശികളുടെ പേരും കീർത്തിയും ലോകാവസാനം വരെ ഭൂമുഖത്ത് അവശേഷിക്കുന്നതായിരിക്കും. കാരണം എന്താ? വിശുദ്ധ കഅബയുടെ ശുശ്രൂഷകരും ഭരണാധിപരും എന്ന നിലയ്ക്ക് അവർക്ക് അറബികൾക്കിടയിൽ വലിയ പ്രശസ്തിയാണ്, അല്ലെ? അത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കൊടുത്ത ഒരു പ്രത്യേകത തന്നെയാണ്, അല്ലെ? അതെന്താണ് നമുക്ക് നോക്കാം. എന്താണ്? ലി ഈലാഫി ഖുറൈശ്. ഖുറൈശികളെ ഇണക്കിയതിന്. ലി പ്ലസ് ഈലാഫ് ആണ്. ലി ഈലാഫ്. അപ്പൊ ഈലാഫ് ഇണക്കം. ലി ചേർക്കുമ്പോ ഇണക്കിയതിന്. ഓക്കെ. ലി ഈലാഫി ഖുറൈശ് ഈലാഫിഹിം. അപ്പം നോക്കിയേ, ഈലാഫിഹിം. അപ്പൊ ഈലാഫിഹിം കാണുമ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഈലാഫിനോട് ഹും ചേർത്തതാണ്, അല്ലെ? അതാണ് ഈലാഫിഹിം ആയത്. ഈലാഫിഹിം അവരുടെ ഇണക്കം. മനസ്സിലായോ? അവരുടെ നായതുണ്ടോ? ഈലാഫിഹിം എന്തിണക്കം? രഹ്ലത്ത് അശ്ശിതാഇ. രഹ്ലത്ത് യാത്രയുമായി. രഹ്ലത്ത് യാത്ര. എപ്പോഴത്തെ യാത്ര? അശ്ശിതാ വസ്സൈഫ്. ഷിത്ത എന്നുള്ള വേർഡ് തന്നെ നമുക്ക് മനസ്സിലാവും, അല്ലെ? ശൈത്യം എന്നുള്ള മലയാളത്തിന്റെ വേർഡാണ്. മലയാളം ഇതിന്ന് വന്നതാണ്. ഷിത്ത കണ്ടോ? ശൈത്യം, ശൈത്യകാലത്തെ. വസ്സൈഫ്, വസ്സൈഫ് ഉഷ്ണകാലത്തെയും. അപ്പൊ ഉഷ്ണകാലത്തെയും ശൈത്യകാലത്തെയും യാത്രകളെ അവരുമായി ഇണക്കിയതിന്. ആരെ? ഖുറൈശികളെ ഇണക്കിയതിന്. അപ്പൊ ഇണക്കിയതിന് അതുകൊണ്ട് എന്തെന്നാ പറയുന്നത്? അപ്പൊ ഒരു കാര്യം ഇവിടെ മനസ്സിലാക്കിയിട്ട് പോകാം. ശൈത്യകാലത്ത് അവർ യമനിലേക്കും ഉഷ്ണകാലത്ത് ഷാമിലേക്കും അവർ യാത്ര ചെയ്യാറുണ്ടായിരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? കച്ചവടത്തിനാണ്, അല്ലെ? അവരുടെ യാത്ര കച്ചവടം സംബന്ധിച്ചാണ് അവർ യാത്ര ചെയ്തിരുന്നത്. അതുവഴി നമുക്ക് മനസ്സിലാക്കാം എന്താണെന്നുള്ളത്. അപ്പൊ അതിനാൽ ഫൽ യഅ്ബുദൂ, അതിനാൽ അവർ ആരാധിക്കട്ടെ. കണ്ടോ? ഫൽ ഫ അപ്പോൾ അങ്ങനെ എന്നുള്ളതാണ്. ഫൽ യഅ്ബുദൂ. ലാം സുക്കൂൻ അവിടെ ഞാൻ സ്ട്രെസ് ചെയ്ത് പറയാനായിട്ടാണ്. ഫൽ യഅ്ബുദൂ, അതിനാൽ അവർ ആരാധിക്കട്ടെ. യഅ്ബുദൂ കേട്ടോ. യഅ്ബുദൂ അവൻ. യഅ്ബുദൂ യഅ്ബുദൂ നമ്മൾ പറയൂ, അല്ലെ? അപ്പൊ യഅ്ബുദൂ അതിനാൽ അവർ ആരാധിക്കട്ടെ. ലാം സുക്കൂൻ ആണ്, അതിനാണ്. ഫൽ യഅ്ബുദൂ റബ്ബ ഹാദൽ ബൈത്ത്. അപ്പം റബ്ബ ഹാദൽ ബൈത്ത്. റബ്ബ് അറിയാം. റബ്ബ് എന്താണ് അർത്ഥം? നാഥൻ, രക്ഷിതാവ്, ഉടമസ്ഥകൻ, അല്ലെ? ഉടമസ്ഥൻ, പരിപാലകൻ, യജമാനൻ, ഒരുപാട് അർത്ഥമുണ്ട്. അപ്പം എന്തിന്റെ നാഥനാണ്? ഹാദൽ ബൈത്ത്. ഹാദൽ ബൈത്ത്. കണ്ടോ? അപ്പൊ അവസാനിക്കുന്നത് ഹാദൽ ബൈത്തി എന്നാണ്. നമ്മൾ പാരായണം ചെയ്യുമ്പോൾ ഹാദൽ ബൈത്ത്. ബൈത്ത് പെട്ടെന്ന് ഓടിച്ചെന്ന ബൈത്ത് എന്നങ്ങ് നിർത്തരുത്. ബൈത്ത്. കാരണം എന്താ? യാ സുക്കൂൻ, അല്ലെ? ബൈത്തിന്റെ വേർഡ് കണ്ടോ? യാ സുക്കൂന് തൊട്ട് ശേഷം താഴെ നമ്മൾ നിർത്തുന്നതിന് വേണ്ടിയിട്ട് വന്നതാണ്. അപ്പൊ ബായ്ക്ക് ഫതഹാണ്, തൊട്ടടുത്ത് യാ സുക്കൂൻ. അപ്പൊ അതുകൊണ്ട് ബൈത്ത് അവിടെ ഒരു മയപ്പെടുത്തി ലീനിന്റെ അക്ഷരമാണ്, അല്ലെ? യാ സുക്കൂൻ, വാവ് സുക്കൂനൊക്കെ മധ്യ ലീനിന്റെ അക്ഷരങ്ങളാണ്. അപ്പൊ എങ്ങനെ അവിടെ 2, 4, 6 അളവ് നീട്ടി പാരായണം ചെയ്തതിനെ നിർത്തണം. ഹാദൽ ബൈത്ത്. അതുപോലെ തന്നെ ഇവിടെ ഖുറൈശ്, ഇതൊക്കെ നിർത്തുന്നത് എങ്ങനെയാണ്? ലിഈലാഫി ഖുറൈശ്.
അപ്പൊ നോക്കിയേ ഖുറൈഷ്, റായ്ക്ക് ഫതഹാണ്, ശേഷം യാ സുക്കൂൻ. അപ്പം ഖുറൈഷ് അല്ല, ഒറ്റയടിക്ക് ഖുറൈഷ് എന്ന് നിർത്തരുത്. അതൊരു പാരായണ ഭംഗിയല്ല. തജ്വീദ് പ്രകാരം അതിന്റെ റൂൾ എങ്ങനെയാണ്? ഖുറൈഷ്. അതുപോലെ കണ്ടോ, സ്വാദിന് ഫത്താണ്, ശേഷം യാ സുക്കൂൻ. അപ്പൊ അവിടെ മയപ്പെടുത്തി കൊണ്ട് വേണം നമ്മൾ ആയത്ത് ആ വേർഡ് നിർത്താൻ. അതുപോലെ തന്നെയാണ് റബ്ബ ഹാദൽ ബൈത്ത്. ക്ലിയർ ആണോ? അപ്പൊ ഫല്യഅബ്ദു, അതിനാൽ അവർ ആരാധിക്കട്ടെ ഈ മന്ദിരത്തിന്റെ നാഥനെ. അപ്പൊ എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? ഈ റബ്ബിന്റെ ഈ മന്ദിരത്തിന്റെ റബ്ബിനെ ആരാധിക്കണം എന്ന് എന്തുകൊണ്ട് പറയുന്നു? കാരണം അവർക്ക് എന്താണ്, അവരുടെ എന്താണ്, മക്കയിൽ പൊതുവെ എന്താണ്, ഈത്തപ്പഴം, ചില ഫലവർഗ്ഗങ്ങളല്ലാതെ ഒന്നും മറ്റ് കൃഷി വിഭവങ്ങളൊന്നും അവിടെ ഇല്ലായിരുന്നു. അപ്പൊ ഈ പോരായ്മ നികത്തുവാൻ ഉഷ്ണകാലത്ത്, ചൂടുകാലത്ത് ഇപ്പോ എവിടേക്ക് പോകും? അവർ ഷാമിലേക്ക്, അത് സിറിയയിലേക്കും, പിന്നെന്താണ്, ശൈത്യകാലത്ത് യമനിലേക്കും അവർ കച്ചവട യാത്രകൾ നടത്തുമായിരുന്നു. അപ്പോ അറേബ്യയുടെ കിടപ്പും ഭൂപ്രകൃതിയും അനുസരിച്ച് ശൈത്യകാലത്ത് വടക്കോട്ടും ഉഷ്ണകാലത്ത് തെക്കോട്ടും യാത്ര ചെയ്യുന്നത് വളരെ വിഷമകരമായത് കൊണ്ടാണ് ഇതിവിടെ എടുത്തു പറയുന്നത്. കാരണം എന്താണ്? അത്രയ്ക്കും ചൂടാണ് അല്ലെ. ഒന്നുകിൽ ചൂടാണെങ്കിൽ അറേബ്യ രാജ്യം എങ്ങനെയാണ്? ചൂടാണെങ്കിൽ അങ്ങേയറ്റം ചൂടും, തണുപ്പ് കാലത്ത് ഭയങ്കരമായ തണുപ്പും അസഹ്യമായിരിക്കും അല്ലെ. അപ്പൊ അതുകൊണ്ട് ആ യാത്രകളൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഇണക്കി കൊടുത്തിരിക്കുകയാണ്. മാത്രമല്ല ആ യാത്ര ചെയ്തവർ കച്ചവടം ചെയ്ത് വരുമ്പോ ധാരാളം എന്താണ്, മറ്റ് ഗോതമ്പും മറ്റ് വിഭവങ്ങളും, നാട്ടിലെ വിഭവങ്ങളും ഒക്കെ കയറ്റുമതി ചെയ്ത് വിറ്റൊഴിച്ച് മറ്റു പല സാധനങ്ങളും ഇറക്കുമതി ചെയ്ത് ഈ മക്കയിലേക്ക് അവർ കൊണ്ടുവരുമായിരുന്നു. അപ്പൊ അതിന് 1-2 മാസം അല്ലെങ്കിൽ 2-3 മാസമൊക്കെ യാത്ര കഷ്ടപ്പെട്ടാണ് അവർ യാത്ര ചെയ്ത് വന്നിരുന്നത്. മാത്രമല്ല അവർക്ക് വഴി എന്താണ്, യാത്രയിൽ ഉടനീളം അനിഷ്ടകരമായ സംഭവങ്ങൾ, ചിലപ്പം കൊള്ളയടിക്കുന്ന കൊള്ള സംഘങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുറൈശികൾ എന്നുള്ള നിലയ്ക്ക് അവർക്ക് ഭയങ്കര റെസ്പെക്റ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെയുള്ള അനിഷ്ട സംഭവങ്ങളൊന്നും ഇവർക്ക് ഉണ്ടാകുമായിരുന്നില്ല. അപ്പോ യാത്രാ സംഘം മറ്റ് യാത്രാ സംഘങ്ങളെ അപേക്ഷിച്ച് ഖുറൈശികൾക്ക് ഭയങ്കര സുരക്ഷിതത്വമായിരുന്നു ഉണ്ടായിരുന്നത്. മനസ്സിലായോ? മാത്രമല്ല കഅബയുടെ അടുത്ത് വെച്ചൊന്നും ഒരു തരത്തിലും അക്രമവും സംഘടനവും ഒന്നും നടക്കാൻ പാടില്ല അല്ലെ. മസ്ജിദുൽ ഹറം അല്ലെ, ഹറാമാണ്, അവിടെ കൊലപാതകം അല്ലെ അക്രമം ഇതൊന്നും നടക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ടും അവർക്ക് ഖുറൈശികൾക്ക് സമാധാനത്തില് യാത്രയും ജീവിതവും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ, അതിനാൽ ഫല്യഅബ്ദു റബ്ബ ഹാദൽ ബൈത്ത്, ഈ മന്ദിരത്തിന്റെ നാഥനെ അവർ ആരാധിക്കട്ടെ. അഅ്ബുദു, ഞാൻ ആരാധിക്കുന്നു, നഅ്ബുദു, ഞങ്ങൾ ആരാധിക്കുന്നു. ഉണ്ടോ? തഅ്ബുദു, തഅ്ബുദൂന, നിങ്ങൾ ആരാധിക്കുന്നു. ഉണ്ടോ? അപ്പൊ ഫല്യഅബ്ദു എന്താണ്? അതിനാൽ അവർ ആരാധിക്കട്ടെ. ഉണ്ടോ? ഫല്യഅബ്ദു, ക്ലിയർ ആണോ? ഫല്യഅബ്ദു റബ്ബ ഹാദൽ ബൈത്ത്. ഹാദ ഇത്, ദാലിക അത്. കാണുന്നുണ്ടോ എല്ലാരും? ക്ലിയർ ആണോ? ഹാദ ഇത്, കണ്ടോ? അടുത്തുള്ളതിനാണ് ഹാദ ഇത്, ദൂരെയുള്ളതിനോ ദാലിക. കണ്ടോ? എന്താണ്? ദാലിക. അപ്പൊ ഹാദൽ ബൈത്ത് എന്നാ പറഞ്ഞല്ലേ. ഹാദ അടുത്തുള്ള വസ്തുക്കളെ കാണിക്കാനാണ് ഹാദ, ദൂരെയുള്ളതിന് ദാലിക. ഓക്കെ, ഹാദ ദാലിക. ഇതോടെ ഒന്ന് പഠിച്ചോണേ. അപ്പോ എന്തുകൊണ്ടാ തുടർന്ന് പറയുന്നത്? എന്താ? അല്ലദീ, എന്തുകൊണ്ടാ ഈ വീടിന്റെ നാഥനെ ആരാധിക്കട്ടെ എന്ന് എന്തുകൊണ്ടാ പറയുന്നത്? അല്ലദീ, അവൻ, യാതൊരുവൻ, അത്അമഹും, അത്അമ എന്ന് പറഞ്ഞാൽ അവൻ ഭക്ഷണം നൽകി. അത്അമഹും എന്തർത്ഥം നോക്ക്, നിങ്ങൾക്ക് പറയാൻ പറ്റും. എന്ത് പറയും? അവൻ അവർക്ക് ആഹാരം നൽകി അല്ലെ. അത്അമഹും. അപ്പൊ നമുക്ക് വലതുവശത്തേക്ക് കൈ ചൂണ്ടി പറയാം അല്ലെ, 4 വിരൽ ചൂണ്ടി. അത്അമഹും, അവൻ അവർക്ക് ഭക്ഷണം നൽകി. എന്തിൽ നിന്ന്? മിൻ ജൂ, മിൻ ജൂ. നോക്കിയേ, മിൻ എന്താ അർത്ഥം? എല്ലാവർക്കും അറിയാം. മിൻ നിന്ന് അല്ലെ, ജൂ, വിശപ്പിൽ നിന്ന് അല്ലെ, വിശപ്പിനല്ലെ, വിശപ്പിൽ നിന്ന് അവർക്ക് ഭക്ഷണവും നൽകി. പിന്നെന്താണ്? ആമനഹും, അവർക്ക് അഭയവും നൽകി. ആമന, അഭയം നൽകി. ആമനഹും, അവർക്ക് അവൻ അഭയം നൽകുകയും ചെയ്തു. എന്തിൽ നിന്ന്? മിൻ ഖൗഫ്. എന്താ ഖൗഫ്? എന്താ ഖൗഫ്? ആ വേർഡ് ഉണ്ടോ? ഖൗഫ് ാണ്. ഖൗഫ് എന്താണ്? ഭയം. അപ്പൊ ഭയത്തിൽ നിന്ന് നിർഭയത്വവും, വിശപ്പിൽ നിന്ന് ആഹാരം അല്ലെ, വിശപ്പിന് ആഹാരവും, ഭയത്തിൽ നിന്ന് നിർഭയത്വവും അവൻ നൽകി. അതുകൊണ്ട് ഫല്യഅബ്ദു റബ്ബ ഹാദൽ ബൈത്ത്. കണ്ടോ?
ഫല്യഅബ്ദു റബ്ബ ഹാദൽ ബൈത്ത്. അപ്പൊ ഇന്ന് പഠിച്ചത് പുതിയ നമ്മൾ പഠിച്ച ഒരു ഭാഗമാണ് ഫഅലത്ത്. കണ്ടോ, എല്ലാരും കാണുന്നുണ്ടോ? ഫഅലത്ത് അവൾ പ്രവർത്തിച്ചു, തഫ്അലു അവൾ പ്രവർത്തിക്കും. കണ്ടോ, വലിയ സ്ക്രീനിൽ കാണിച്ചിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, ഇതാണ് നമ്മൾ ഇന്നത്തെ ഭാഗം. ഒന്നുകൂടെ നമുക്ക് അർത്ഥം പറഞ്ഞു വരാം. ഒരാളൊന്ന് അർത്ഥം പറഞ്ഞേ. ആർക്ക് പറയാം? ഒരാളെ ഈ ഒരായത്ത് ഒരാൾ പറഞ്ഞിട്ട് അടുത്ത ആള് അടുത്ത ആയത്ത്. റെഡി? എല്ലാവർക്കും അർത്ഥം മനസ്സിലായോ? ക്ലിയർ ആയോ എന്താണെന്ന്? ഇണക്കിയതിന് ഖുറൈശികളെ, ഈലാഫിഹിം അവരുടെ ഇണക്കം, റിഹ്ലത യാത്രയുമായി, ശൈത്യം ശൈത്യകാലത്തെ, ഉഷ്ണകാലത്തെയും. അപ്പൊ ഷിത്ത എന്നുള്ള വേർഡിൽ തന്നെ നമുക്ക് മലയാളം വേർഡ് കിട്ടിയല്ലേ? എന്താണ്? ശൈത്യം അല്ലെ? ശൈത്യകാലം. ശൈത്യകാലത്തെയും സ്വൈഫ് ഉഷ്ണകാലം. ഓക്കെ, സ്വൈഫ് ഉഷ്ണകാലം. ഒരു പ്രാവശ്യം തന്നെ ഇത് വന്നിട്ടുള്ളൂ കേട്ടോ ഖുർആനില്. ശൈത്യകാലം, ഉഷ്ണകാലം എന്നുള്ളത് ഷിത്താ വസ്വൈഫ്. ഓക്കെ, അപ്പൊ ശൈത്യകാലത്ത് എങ്ങോട്ടാ പോയത്? യമനിലേക്ക് അല്ലെ? ഉഷ്ണകാലത്ത് ഷ്യാമിലേക്ക്. ഓക്കെ, അപ്പൊ ഈ അർത്ഥം എല്ലാവർക്കും മനസ്സിലായോ? വേറൊരാളോട് ഈ അർത്ഥം ഒന്ന് പറഞ്ഞേ. അടുത്തൊരാള് മ്യൂട്ട് മാറ്റി പറഞ്ഞോളീൻ. ഇണക്കിയതിന് ഖുറൈശികളെ. അപ്പോൾ ഈലാഫിന്റെ അർത്ഥം എന്താ? സമീറാണോ? ഷാക്കിയ. ഷാക്കിർ. ഓക്കെ, ഷാക്കിർ. ഈലാഫ് എന്താണ് അർത്ഥം? ഈലാഫ് ഇണക്കം എന്നുള്ള വേർഡാണ്. അപ്പം ഈ ചേർക്കുമ്പോഴാണ് ഇണക്കിയതിന്. ഓക്കെ, ഈലാഫ് ഇണക്കം. അപ്പൊ ഇങ്ങനെ പഠിക്കുക, ഈലാഫ് ഇണക്കം. ഓക്കെ, അപ്പൊ ഈ ഈലാഫ് ഇണക്കിയതിന് ആരെ? ഖുറൈശികളെ. ഈലാഫിഹിം അവരുടെ ഇണക്കം, റഹ്ലത്ത് യാത്രയുമായി, യാത്ര അല്ലെ? റഹ്ലത്ത് യാത്ര. ശൈത്യം ശൈത്യകാലത്തെ, ഉഷ്ണകാലത്തെയും. അപ്പൊ രണ്ടും കൂടെ കണക്ട് ചെയ്ത് പറയാനാണ് വാവ് കൊടുത്തത്. കണ്ടോ, ശൈത്യകാലത്തെയും ഉഷ്ണകാലത്തെയും കണക്ട് ചെയ്യാനാണ് വാവ്. കണ്ടോ, വാവുൽ ആത്തഫ് എന്ന് പറയും, ചേർക്കാനുള്ള വാവ്. ഓക്കെ, ആണയിടാനുള്ള വാവ് ഉണ്ട് വേറെ, ഇത് വാവുൽ ആത്തഫാണ് ചേർക്കാനുള്ളത്. ഓക്കെ, ഷിത്താ വസ്വൈഫ്. ഓക്കെ, ഇത് ക്ലിയർ ആണോ അർത്ഥം എല്ലാവർക്കും? ഞാൻ ചോദിക്കട്ടെ, പറയോ? റിഹ്ലത്ത് എന്താ അർത്ഥം? റിഹ്ലത്ത് ആർക്ക് പറയാം? യാത്ര. റിഹ്ലത്ത് യാത്ര. ഓക്കെ, റിഹ്ലത്തിന് യാത്ര. ഷിത്ത എന്താണ് അർത്ഥം? ഷിത്ത സ്വൈഫ് എന്താ അർത്ഥം? ഉഷ്ണകാലം. ഓക്കെ, ഈലാഫ് എന്താ അർത്ഥം? ഈലാഫ് ഇണക്കം. ഈലാഫ് പറയുമ്പോ ഈ ചേർക്കുമ്പോ ഇണക്കിയതിന്, അല്ലെങ്കിൽ ഈലാഫ് ഇണക്കം. ഓക്കെ, ക്ലിയർ ആണല്ലോ? റിഹ്ലത്ത് ഓക്കെ, മാഷാ അല്ലാഹ്. ഷിതാ ഓക്കെ, സ്വൈഫ് ഉഷ്ണകാലം. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്, ജസാക്കുമുല്ലാഹ് ഖൈർ. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പൊ ഈലാഫ് ഇണക്കം. ഓക്കെ, റിഹ്ലത്ത് യാത്ര, ഷിത്താ ശൈത്യകാലം, സ്വൈഫ് ഉഷ്ണകാലം. അപ്പൊ അങ്ങനെ യാത്രയുമായി ഇണക്കിയതുണ്ട്. എന്താ പറഞ്ഞത്? ഫല്യഅബ്ദു. എന്താ അർത്ഥം പറഞ്ഞേ? അടുത്തൊരാള് പറഞ്ഞേ, പറയാത്തൊരാള്. ആരാധിക്കട്ടെ. ഓക്കെ, റബ്ബ ഹാദൽ ബൈത്ത്. എന്താ അർത്ഥം? റബ്ബ ഹാദൽ ബൈത്ത്, ഈ മന്ദിരത്തിന്റെ നാഥൻ. കണ്ടോ, ഹാദൽ ബൈത്താണ്. ഹാദ വന്നിട്ട് അൽ ചേർത്തു. കണ്ടോ, ഹാദൽ ബൈത്താകുമ്പോ ഈ മന്ദിരത്തിന്റെ. അപ്പൊ ഹാദ ബൈത്തുൻ എന്ന് പറഞ്ഞാൽ എന്ത് പറയും നിങ്ങള്? ഇത് മന്ദിരം അല്ലെ? ഇതൊരു മന്ദിരമാകുന്നു. പക്ഷെ ഹാദൽ ബൈത്ത് വന്നപ്പോ ഈ മന്ദിരം. മനസ്സിലായോ? അർത്ഥ വ്യത്യാസം മനസ്സിലായോ? അപ്പൊ ഞാൻ പറയണേ, ഹാദ ബൈത്തുൻ എന്ത് പറയാം? ഹാദ ബൈത്തുൻ, ഇത് ഒരു വീടാകുന്നു അല്ലെ? പക്ഷെ ഹാദൽ ബൈത്ത് പറയുമ്പോ എന്തായി? ഈ വീടിന്റെ. അപ്പൊ ഞാൻ പറഞ്ഞു ഹാദ കിതാബുൻ. ഹാദ കിതാബുൻ എന്ത് പറയും? ഇത് കിതാബാകുന്നു. ഇത് ഒരു കിതാബാകുന്നു. ഹാദൽ കിതാബി എന്ന് പറഞ്ഞ എന്തായി?
ഈ പുസ്തകത്തിന്റെ മാഷാഅല്ലാ മാഷാഅല്ലാ. ഞാൻ പറയണ ഹാദ ഖലമുൻ എന്ത് പറയും? ഖലം. ഇതൊരു പേനയാണ്, ഇതൊരു പേന. ഹാദൽ ഖലമി എന്ന് പറഞ്ഞാൽ എന്തായി? ഈ പേനയുടെ അല്ലെ? അങ്ങനെയാണ് വ്യത്യാസം. കണ്ടോ അർത്ഥ വ്യത്യാസം കണ്ടോ? ഹാദൽ അൽ ചേരുമ്പോ അവിടെ എന്താണ്? ആ തൻവീൻ മാറി പിന്നെ ഈ എന്നുള്ള വ്യത്യാസം അല്ലെ? ഈ മന്ദിരത്തിന്റെ ഹാദൽ ബൈത്ത് കണ്ടോ? ഇങ്ങനെയാണ് ഈ മന്ദിരത്തിന്റെ നാഥനെ അവർ എന്താക്കട്ടെ? ആരാധിക്കട്ടെ. അപ്പൊ അഅ്ബുദു കണ്ടോ? അഅ്ബുദു ഞാൻ ആരാധിക്കുന്നു. നമ്മൾ പഠിച്ചു അഅ്ബുദു അല്ലെ? ഞാൻ ആരാധിക്കുന്നു. നഅ്ബുദു ഞങ്ങൾ ആരാധിക്കുന്നു. കാണുന്നുണ്ടോ? അതുപോലെ ഫൽ യഅ്ബുദു അപ്പോൾ അതിനാൽ അവർ ആരാധിക്കട്ടെ. ഓക്കെ, ഹാദ ഇത് കണ്ടോ? അടുത്തുള്ള സാധനത്തിനാണ് ഹാദ വെച്ച് പറയാ. ദിസ് നമ്മൾ പറയില്ലേ ഇംഗ്ലീഷിൽ? ദിസ് അടുത്തുള്ളതിന് ദൂരമുള്ളതിന് ദാറ്റ് പറയൂ അല്ലേ? അല്ലേ കുട്ടികളെ? അങ്ങനെയല്ലേ? ആണ്. ഹാദ ദിസ് ദൂരമുള്ളതിന് ദാറ്റ് പറയും. ഓക്കെ. അപ്പൊ അതുകൊണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ ആരാധിക്കാൻ പറയുന്നത്? കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വീടിനെ സംരക്ഷിക്കുന്ന അല്ലെങ്കിൽ അവരെ കഅബയെ പരിപാലിക്കുകയും അതിന് കഅബയുടെ ശുശ്രൂഷകരും എന്നുള്ള നിലയ്ക്ക് ഖുറൈശികൾക്ക് ഭയങ്കര മഹത്വമാണ് കൊടുത്തിരിക്കുന്നത് അല്ലെ? അപ്പോ അവിടെ എന്താണ്? ആ കഅബയുടെ പരിസരത്തൊന്നും യുദ്ധങ്ങളും അടിയും സംഘടനവും കൊലപാതകവും ഒന്നും നടത്താൻ പാടില്ല. അതുകൊണ്ട് അവരെ അത്രയും റെസ്പെക്റ്റ് ആക്കി വെച്ചതുകൊണ്ട് അവർക്ക് സമാധാനമായി യാത്ര ചെയ്യാനും അവർക്ക് വിശപ്പിന് ഭക്ഷണവും സമാധാനവും ഒക്കെ അല്ലാഹു നൽകി. അതേ അവിടെ പറയുന്നത് അല്ലദീ. അല്ലദീ എന്താ അർത്ഥം? ഒരുവൻ അല്ലെ? യാതൊരുവൻ. എന്താ അർത്ഥം? ഭക്ഷണം നൽകി അല്ലെ? അവൻ ഭക്ഷണം നൽകി. ഹും ചേർക്കുമ്പോ അവർക്ക് അവൻ ഭക്ഷണം നൽകി അല്ലെ? എന്തിൽ നിന്ന്? മിൻ എന്താണ്? വിശപ്പിന് അല്ലെ? വിശപ്പിന് ഭക്ഷണം നൽകി. പിന്നെന്താണ്? ആമനഹും. ആമന അഭയം നൽകുന്നതാണ് അല്ലെ? ആമനഹും എന്തായി? അവർക്ക് അഭയം നൽകുകയും ചെയ്തു. ആമനഹും മിൻ ഖൗഫ്. ഏതിൽ നിന്ന്? ഭയത്തിൽ നിന്ന് അവർക്ക് നിർഭയത്വം നൽകുകയും ചെയ്തു. ഓക്കെ, ക്ലിയർ ആണോ? ഒന്നുകൂടെ ഇതോട്ട് പറഞ്ഞേ. ഒരാള് പറഞ്ഞേ. ഫല്യഅ്ബുദോട്ട് പറഞ്ഞേ ഒരാള്. അതിനാൽ അവൻ ആരാധിക്കട്ടെ. റബ്ബ ഹാദൽ ബൈത്ത്. പറഞ്ഞോ? ഈ മന്ദിരത്തിന്റെ അപ്പൊ എന്താ കാരണം? അല്ലദീ. അടുത്തൊരാൾ പറഞ്ഞേ. യാതൊരു. അല്ലദീ വിശപ്പിന് ആഹാരം നൽകി. നൽകുകയും ചെയ്തു. മിൻ അല്ലെ? അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ജൂ എന്താ അർത്ഥം? ജൂ എന്താ അർത്ഥം? മാഷാഅല്ലാ മാഷാഅല്ലാ. ആമന. ആമന എന്താ അർത്ഥം? ആമന അഭയം നൽകിയല്ലോ. മാഷാഅല്ലാ അൽഹംദുലില്ലാഹ് ജസാക്കുമുല്ലാഹ് ഖൈറ. അപ്പൊ ഞാൻ പറയാണ്, അവൾ പ്രവർത്തിച്ചു. എങ്ങനെ പറയും? അവൾ പ്രവർത്തിച്ചു. അവൻ പ്രവർത്തിച്ചത് എങ്ങനെ പറയും? അവൻ ഫഅല അല്ലെ? ഫഅല. അപ്പൊ അവൾ പ്രവർത്തിച്ചത് എങ്ങനെ പറയും? കണ്ടോ? ഇനി അവൾ പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നു എങ്ങനെ പറയും? തഫ്അലു. കൈ ഉയർത്തി പറയും തഫ്അലു. ഓക്കെ, ഇനി ഞാൻ പറയാണ്, അവൾ തുറന്നു. അവൾ തുറന്നു എങ്ങനെ പറയും? ഓക്കെ, അവൾ തുറക്കുന്നു. മാഷാഅല്ലാ മാഷാഅല്ലാ. ഇനി അവൾ ഉയർത്തി എങ്ങനെ പറയും? അല്ലെ? അപ്പൊ അവൾ ഉയർത്തുന്നു എങ്ങനെ പറയും? മാഷാഅല്ലാ മാഷാഅല്ലാ ജസാക്കുമുല്ലാഹ് ഖൈർ. ഇപ്പൊ ക്ലിയർ ആയോ എല്ലാവർക്കും?
ക്ലിയർ ആയോ എല്ലാവർക്കും? കാരണം നമ്മള് ഇതുവരെ 19 പഠിച്ചത് ഇപ്പൊ ഫുള്ളാക്കി 21 രൂപങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഹൗല ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അതാ നോക്കിയേ, ഫതഹത് അവൾ തുറന്നു, അവൾ തുറക്കും. തഫ്തഹു ജഅലത് അവളാക്കി, അവളാക്കുന്നു എങ്ങനെ പറയും? തജ്അലു. കാണുന്നുണ്ടോ എല്ലാരും സ്ക്രീന്? ഓക്കെ. ബഅസത് അവൾ നിയോഗിച്ചു. അപ്പൊ അവൾ നിയോഗിക്കുന്നു എങ്ങനെ പറയും? തബ്അസു. തബ്അസു. ഇനി സ്വനഅത് അവൾ നിർമ്മിച്ചു. അവൾ നിർമ്മിക്കുന്ന എങ്ങനെ പറയും? തസ്നഉ. മാഷാ അല്ലാഹ്, തസ്നഉ. ഇനി ശുപാർശ ചെയ്തു, അവൾ ശുപാർശ ചെയ്തു. ശഫഅത്. അപ്പം അവൾ ശുപാർശ ചെയ്യുന്നു എന്ന് എങ്ങനെ പറയും? തശ്ഫഉ. മാഷാ അല്ലാഹ്. ഇനി അവൾ തടഞ്ഞു, അവൾ തടഞ്ഞു. മനഅത്. അവൾ തടയും എങ്ങനെ പറയും? തംനഉ. തംനഉ. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. യൂണിറ്റ് 12 അല്ലെ? നമ്മൾ യൂണിറ്റ് 12 ആവുമ്പോ അൽഹംദുലില്ലാഹ് ഒരു പേജ്, അതായത് ഖുറാനിൽ മൊത്തം 77,500 വേർഡ്സ് ആണ്. പക്ഷെ നമ്മൾ 30,504 വേർഡ്സ് നമ്മളിപ്പോ കവർ ചെയ്തു. 30,000. ഓക്കെ. അതായത് ഖുറാനിലെ 39% വാക്കുകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ് ബിഇദ്നില്ലാഹ്. ഇതും കൂടെ ഒന്ന് നോക്കിയിട്ട് നമുക്ക് പോകാം. ഓക്കെ, റെഡിയാണോ? ഈ ഒരു അര പേജ്. ഓക്കെ, റെഡി? എല്ലാരും ബോറായോ? പഠിച്ചോ? ഇല്ല. ഓക്കെ ആണ്. എത്ര പേരുണ്ട് നമ്മുടെ ക്ലാസ്സില്? 142. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. ഓക്കെ, അപ്പൊ നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇദ് ഖാല റബ്ബുക. അറിയാം വഇദ് എന്താ അർത്ഥം? വഇദ് സന്ദർഭം, കഴിഞ്ഞ സന്ദർഭം അല്ലെ? കഴിഞ്ഞ സന്ദർഭം. റബ്ബുക എന്താ അർത്ഥം? നിന്റെ റബ്ബ്. മാഷാ അല്ലാഹ്. ലിൽ മലായികത്തി. മലക്കുകളോട് അല്ലെ? മലക്കുകളോട് പറഞ്ഞ സന്ദർഭമാണ് അല്ലെ? ഇന്നി എന്താ അർത്ഥം? ഇന്നി നിശ്ചയം. നിശ്ചയം ഞാൻ. ജാഇലുൻ. കണ്ടോ? വന്നുണ്ടോ? ജാഇലുൻ. ആക്കുന്നവൻ. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. ജസാക്കുമുല്ലാഹ് ഖൈറൻ. ഫിൽ അർദി. നിങ്ങൾക്കറിയാം ഫിൽ അർദി, ഭൂമിയിൽ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. കണ്ടോ? ഇത്രയും വാക്കുകൾ നിങ്ങൾക്ക് പിടിയിട്ടില്ലേ? ഖലീഫ. ഖലീഫ എല്ലാവർക്കും അറിയാം അല്ലെ? എന്താണ്? ഒരു പിൻഗാമി അല്ലെ? ഖലീഫ ഒരു പിൻഗാമി അല്ലെ? ഖലീഫ ഒരു ഭരണാധിപതി എന്നൊക്കെ പറയും. ഭരണാധിപതി എന്നൊക്കെ പറയും. ഖലീഫ. ഖാലു അതജ്അലു. തജ്അലു. തജ്അലു അറിയാം അല്ലെ? ജഅല ജഅലു, ജഅൽത ജഅൽതും, ജഅൽതു ജഅൽന, യജ്അലു യജ്അലുന, തജ്അലു. കണ്ടോ? തജ്അലു നീ ആക്കുന്നു. തജ്അലു എന്താർത്ഥം? നീ ആക്കുന്നു അല്ലെ? അതിന്റെ കൂടെ ആ ചേർക്കുമ്പോഴോ? നീ ആക്കുന്നുവോ? ആ ചേർക്കുമ്പോ അലിഫ് ഹംസ ഫതഹ ക്വസ്റ്റ്യൻ ആണ്. ആണോ അല്ലേ എന്ന് ചോദിക്കുന്നതാണ്. അതജ്അലു. നീ ആക്കണോ അല്ലെ? നീ ആക്കുന്നുവോ? ക്ലിയർ ആണോ പറഞ്ഞത്? കുട്ടികളെ പോയോ എല്ലാരും? ക്ലിയർ ആയോ? ഞാൻ പറഞ്ഞ വഴി എത്തിയോ എല്ലാരും? കൂടെയോ? ഓക്കെ. നീ ആക്കുകയാണോ? ഫീഹാ. അവളിൽ. അതിൽ അവളിൽ നിന്നാവാം കേട്ടോ. ഫീഹാ മൈ യുഫ്സിദു. മൻ എന്താ അർത്ഥം? മൻ ആരാണോ അല്ലെ? ആര് അല്ലെങ്കിൽ ആരാണോ ഒരുവൻ എന്നും വരും. മൻ. ഫീഹാ എന്താ അർത്ഥം? ഫീഹാ അതിൽ അല്ലെ? അവളിൽ. ഓക്കെ, അതിൽ എന്നുള്ളതാണ്. ഓക്കെ. നഹ്നു എന്താ അർത്ഥം? ഞങ്ങൾ അല്ലെ? ബിഹംദിക പറഞ്ഞേ അർത്ഥം? നിന്നെ സ്തുതിച്ചും കൊണ്ട് അല്ലെ? ബിഹംദിക നിന്നെ സ്തുതിച്ചും കൊണ്ട്. ഓക്കെ. ലക്ക നിന്നെ സ്തുതിച്ചുകൊണ്ട്. ലക്ക എന്താ അർത്ഥം? നിനക്ക്. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. ഇന്നി തീർച്ചയായും ഞങ്ങളല്ലേ? ഞാൻ. ഇന്നി അഅലമു ഏറ്റവും നന്നായി അറിയുന്നു അല്ല? അഅലമു അത് എല്ലാവർക്കും അറിയില്ലായിരിക്കാം. പക്ഷെ അഅലമു അതാണ് കേട്ടോ. മാല എന്താണോ എന്ന് പറയാം. നെഗറ്റീവ് പറയാം അല്ലെ? ചോദ്യമായിട്ട് പറയാം. ലാ ഇല്ല അല്ല അല്ലെ? ലാ ഇല്ല. തഅലമൂൻ. നിങ്ങൾക്കിപ്പോ അറിയാം തഅലമൂൻ എന്നുള്ള എന്താണ്? നിങ്ങൾ അറിയുന്നു അല്ലെ? തഅലമൂൻ. ഓക്കെ. വഅല്ലമ ആദമ അറിയാം. അസ്മാ എന്താ അസ്മാ അർത്ഥം? പേരുകൾ. അപ്പൊ ഏകവചനം എങ്ങനെ ഇരിക്കും?
ഇസ്മുൻ. ഇസ്മുൻ അസ്മാഉൻ അല്ലേ? ഇസ്മുൻ അസ്മാഉൻ. മാഷാ അല്ലാഹ്. കുല്ലഹ. കേൾക്കുന്നുണ്ടോ? കേൾക്കാനല്ല എല്ലാരും കൂടെ ബുദ്ധിമുട്ടാണോ? എല്ലാരും പറയുമ്പോ ബുദ്ധിമുട്ടാണ്, കേൾക്കാൻ പറ്റുന്നില്ല അല്ലേ? ഉണ്ട് ഓക്കെ, ആണോ? അപ്പൊ എല്ലാരും മ്യൂട്ട് ആയിക്കോളൂ കേട്ടോ. ശരി, ഞാൻ ചോദിക്കുമ്പോ പറയേ. കുല്ലഹ. കുല്ലഹ എന്ന് പറയുമ്പോ ഹ എന്താ ഉദ്ദേശിക്കുന്ന? അതിൽ അല്ലെങ്കിൽ അവളിൽ. ഹ അല്ലെ? അല. അല എന്താ അർത്ഥം? ഒരാൾ പറയും അല. ഓക്കെ. അലൽ മലായിക്കത്തി, മലക്കുകളുടെ മേൽ അല്ലെ? അലൽ മലായിക്കത്തി, മലക്കിന്റെ ജമാണ് മലായിക്കത്ത്. മലായിക്കത്ത് എന്ന് ഉപയോഗിക്കുന്നു, മലായിക്കത്തി. പിന്നെ എന്താണ്? ബി അസ്മായി. ബി അസ്മായി, ബി കൊണ്ട്. അസ്മായി നാമങ്ങൾ കൊണ്ട് അല്ലെ? നാമങ്ങൾ കൊണ്ട്. കൊണ്ട്. ഇൻ കുന്തും. ഇന്നെന്താ നമ്മൾ പഠിച്ചല്ലേ? ഇൻഷാ അല്ലാഹ്. ഇൻ എങ്കിൽ അല്ലെ? ഇൻ അതെ. ഇൻ കുന്തും സ്വാദിഖീൻ. ഓക്കെ, നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ എന്നുള്ളതാണ് കുന്തും. ഓക്കെ. ഖാലു സുബ്ഹാനക ലാ. ലാ എന്താ അർത്ഥം? ഇല്ല, അല്ല. ഓക്കെ. ഇൽമ ലനാ. ലനാ എന്താണ്? ലനാ ഞങ്ങൾക്ക്. മാഷാഅല്ലാഹ്. അഹ്സൻതി അഹ്സൻതി. ഇല്ല, ഇല്ല ഒഴികെ. ഇല്ല. മാ അല്ലംതന. മാ അല്ല, മാ എന്താണോ അത് എന്നുദ്ദേശിക്കാം, അല്ല എന്ന് ഉദ്ദേശിക്കാം കേട്ടോ. ഇന്നക അൻതൽ അലീമുൽ ഹകീം. ഇന്നക, നിശ്ചയമായും നീ. നിശ്ചയമായും നീ. ഇന്നക്ക, ഇന്നക്ക നിശ്ചയമായും നിനക്ക്. ഇന്നക്ക നിശ്ചയമായും നീ. അൻത നീയാണ്. അലീമുൽ ഹകീം അല്ലേ? നിശ്ചയമായും നീയാണ്, നീ മാത്രമാണ് അലീമുൻ ഹക്കീം, നന്നായി അറിയുന്നവനും അഗാധജ്ഞനും അല്ലെ? യാ ആദമു. യാ ആദമു അല്ലയോ ആദമേ എന്ന് വിളിക്കുന്നതാണ്. ബി അസ്മാഇഹിം, അവരുടെ നാമങ്ങൾ കൊണ്ട്. ബി അസ്മാഇഹിം. പിന്നെയും ബി അസ്മാഹിം, അതുപോലെ തന്നെയാണ് അവരുടെ നാമങ്ങൾ കൊണ്ട്. അലം അല്ലേ ചോദിക്കുന്നതാണ്. ലം ഇല്ല എന്നാണ്. ലം ഇല്ല അല്ലേ എന്നാണ്. ഇതിന്റെ കൂടെ അലിഫ് ഹംസ ഫതഹ ആ വെക്കുമ്പോ അലം ഇല്ലേ അല്ലേ എന്നുള്ള ചോദ്യമാണ്. ലക്കും എന്താണ്? ലക്കും നിങ്ങൾക്ക്. മാഷാ അല്ലാഹ്. ഇന്നി തീർച്ചയായും ഞാൻ അല്ലെ? അഅലമു ഏറ്റവും നന്നായി അറിയുന്നു. ഗൈബ്, ഗൈബ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്താ ഗൈബ്? സമാവാത്ത്. സമാവാത്ത് എന്താണ്? ആകാശം. ഭൂമി അല്ലെ? ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം. വഅലമു. വഅലമു ഉണ്ടോ? എത്ര പ്രാവശ്യം ആവർത്തിച്ചെന്ന് ഏറ്റവും നന്നായി അറിയുന്നു. മാ എന്താണോ ഒന്ന്. തുബുദൂന വമാ, വീണ്ടും ആൻഡ് വരുന്നു. മാ എന്താണോ ഒന്ന് എന്നുള്ളതാണ്. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. കണ്ടോ, ഇതില് ഇത്രയും വേർഡ്സില് നമുക്ക് 38 വേർഡ്സ് നമുക്ക് അറിയാം. മാഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. 77 വാക്കുകളുണ്ട്, പക്ഷെ നമുക്കതില് 38 വാക്കുകൾ നമുക്ക് കരസ്ഥമാക്കി. അൽഹംദുലില്ലാഹ്. അൽഹംദുലില്ലാഹ് ബിഇദ്നില്ലാഹ്. അപ്പൊ എന്താണ്, ഇതുവരെ എല്ലാവർക്കും ക്ലിയർ ആയല്ലോ അല്ലെ? നമ്മുടെ ക്ലാസ് ഇവിടെ എൻഡ് ആവുകയാണ്. അൽഹംദുലില്ലാഹ്. അപ്പോ നമ്മൾ ഒരു വെർബിന്റെ 21 രൂപങ്ങൾ നമ്മൾ പൂർത്തിയാക്കി. ഇനി ഒരൊറ്റ യൂണിറ്റും കൂടെ ഉള്ളൂ ഇൻഷാ അല്ലാഹ്, സൂറത്ത് ഫീൽ. അതോടുകൂടി നമ്മൾ സെം 1 അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് ബിഇദ്നില്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് നമ്മൾ പൂർത്തിയാക്കാൻ പോവുകയാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ചയോടുകൂടി കംപ്ലീറ്റ് ആക്കും. എല്ലാവരും ഇതുവരെയുള്ള ഓരോ പാഠങ്ങളും നന്നായിട്ട് പഠിക്കുക. നല്ല കുട്ടികളായിട്ട് പരീക്ഷയൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഫുൾ മാർക്ക് നിങ്ങൾക്ക് കിട്ടും ഇൻഷാ അല്ലാഹ്. മാർക്ക് എന്നുള്ളതിലുപരി നമ്മുടെ അധ്വാനം അല്ലാഹു സുബ്ഹാനഹു വ തആല കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. അതിന് പരിപൂർണമായ പ്രതിഫലം നൽകട്ടെ. മാർക്ക് കൂടുതൽ കുറവ് അതൊന്നും ഒരു വിഷയമേ അല്ല. ഓക്കെ, അൽഹംദുലില്ലാഹ്. എന്ത് പറയുന്നു എല്ലാരും? റെഡിയാണോ? റെഡിയാണ്. റെഡിയാണ്. അൽഹംദുലില്ലാഹ്. നിങ്ങൾക്ക് മാഷാ അല്ലാഹ് നല്ല ലീഡേഴ്സിനെ എല്ലാവരും നിങ്ങളെ വളരെ ഹെൽപ്പ് ചെയ്യുന്ന മിടുക്കിയുള്ള ലീഡേഴ്സ് ആണ്. അൽഹംദുലില്ലാഹ്. എന്റെ സഹോദരിമാര്, അള്ളാഹു എനിക്ക് വലിയൊരു അനുഗ്രഹമാണ് അവരെ തന്നത്. മാഷാ അല്ലാഹ്. അല്ലെങ്കിൽ ഇവരെല്ലാരെയും എനിക്ക് നോക്കാൻ പറ്റുമോ? ഇല്ല അല്ലെ? നിങ്ങളെ ഓരോരുത്തരും അവർ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. നോട്ട്സും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. ക്വസ്റ്റ്യൻ ആൻസർ തരുന്നുണ്ട്. അൽഹംദുലില്ലാഹ്. അള്ളാഹു വിജയിപ്പിക്കട്ടെ. നമ്മുടെ ഈ ഒത്തുകൂടലിനെ സ്വാലിഹ അമലാക്കി ഇരു ലോകത്തേക്കും പരിപൂർണമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഖുർആൻ പഠനം വഴി നമ്മുടെ വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും, വലുതും ചെറുതും, അറിഞ്ഞും അറിയാതെയും രഹസ്യവും പരസ്യവും വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ഇതുവഴി നമ്മുടെ മാതാപിതാക്കൾക്കും ഉന്നതമായ സ്ഥാനം അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലെ? നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, നിങ്ങൾ
ദുനിയാവിൽ എങ്ങനെ ഖുർആൻ ഓതി അതുപോലെ നാളെ ഓതാൻ പറയുമ്പോൾ ഓരോ പടവുകളും സ്വർഗത്തിലെ ഓരോ പദവികളും നമുക്ക് കയറി പോകാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോരുത്തർക്കും നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. برحمتك يا ارحم الراحمين. ഓക്കെ, അപ്പൊ നമുക്കിവിടെ നിർത്താം. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക നഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത നസ്തഗ്ഫിറുക വനതൂബു ഇലൈക്. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ആമീൻ برحمتك يا ارحم الراحمين واخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. ടീച്ചർ എന്താണ് നമ്മളെ മീറ്റിംഗ് അത് എൻഡ് ആയിക്കോളെ, റെക്കോർഡിംഗ് എൻഡ് ആക്കണേ, സ്റ്റോപ്പ് ആക്കിക്കോളെ. ഓക്കെ, ഷബാനക്ക് അസ്കരിന്റെ ഉമ്മ മരിച്ചതുകൊണ്ടാണ്. റെക്കോർഡിംഗ് ഉണ്ടാക്കിയാൽ മതി. മീറ്റിംഗ് തുടരട്ടെ, അവർക്ക് സംസാരിക്കാനുണ്ട് തോന്നണം. ഓക്കെ.